നടപ്പാക്കാൻ പറ്റുന്നതേ LDF പറയാറുള്ളൂ. LDF പറഞ്ഞോ അത് നടപ്പാക്കിയിരിക്കും. ഇതേവരെ LDFനോടൊപ്പം നമ്മുടെ നാടും നാട്ടുകാരും പൂർണ്ണമായി സഹകരിച്ചിട്ടുണ്ട്. ഈ നാടിനെ പുതിയ തലത്തിലേക്ക് ഉയർത്താൻ ആവശ്യമായ സഹായവും സഹകരണവും പിന്തുണയും എല്ലാവരുടെയും ഭാഗത്തു നിന്ന് ഉണ്ടാകണം എന്നാണ് ഈ ഘട്ടത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത്. ഈ മാസം 25 ആ 25-നാണ് ഈ വീട് നൽകുന്ന നിലയുണ്ടാവുക. ഞങ്ങൾ തുടക്കത്തിലേ തന്നെ ഒരു കാര്യം പറഞ്ഞിരുന്നു, ഇവരെല്ലാം അടക്കം ഇരുന്നു കൊണ്ട് പറഞ്ഞിരുന്നു. അതായത് ഈ ഓഫറുകൾ നൽകൽ എളുപ്പമാണല്ലോ, നൽകുന്ന ഓഫറെല്ലാം യാഥാർത്ഥ്യമാക്കണം എന്നില്ലല്ലോ. അപ്പോൾ ഏതെങ്കിലും കൂട്ടർ ഓഫർ യാഥാർത്ഥ്യമാക്കുന്നില്ല എന്ന് വിചാരിക്കുക, ആ വീട് നിർമ്മിക്കാതിരിക്കാൻ പറ്റുമോ? അപ്പോൾ സർക്കാർ ഒരു കാര്യം വ്യക്തമാക്കി, പണം തന്നാലും തന്നില്ലെങ്കിലും ഈ പറയുന്നവർക്കുള്ള വീടുകൾ നിർമ്മിക്കാനുള്ള ചുമതല സർക്കാരിൻ്റേതാണ്. ആ ചുമതല സർക്കാർ നിറവേറ്റും. അതാദ്യമേ കണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ ഇവർ പിൻവാങ്ങിയെങ്കിലും അതിൻ്റെ നടപടികൾ കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോയി. അരമിനിറ്റ് കൊണ്ട് 300 വീടുകളാണ് വയനാട്ടിലെ ദുരന്തബാധിതർക്ക് VD സതീശൻ പണിതുകൊടുത്തത്. പക്ഷേ ആ മനുഷ്യർക്ക് മനുഷ്യാന്തസ്സോടെ ജീവിക്കാൻ ആ വീടുകൾ പോരാ. പറയുന്നതേ ചെയ്യൂ, ചെയ്യുന്നതേ പറയൂ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയിൽ നാടിനുള്ള വിശ്വാസം വർദ്ധിക്കുകയാണ്. 2024 ഓഗസ്റ്റ് 6-നാണ് മുണ്ടക്കയിലെയും ചൂരൽമലയിലെയും മനുഷ്യർക്ക് കൽപ്പറ്റ ടൗണിൽ മോഡൽ ടൗൺഷിപ്പ് നിർമ്മിച്ചു നൽകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രഖ്യാപിച്ചത്. പുനരധിവാസത്തിൽ ലോകം ശ്രദ്ധിക്കുന്ന നവീന ആശയം മോഡൽ ടൗൺഷിപ്പ്. 1 വർഷവും 7 മാസവും കൊണ്ട് അന്നത്തെ പ്രഖ്യാപനം യാഥാർത്ഥ്യമാവുന്നു. 175 വീടുകൾ പൂർത്തീകരിച്ച് 25-ന് കൈമാറും. സർക്കാരിൻ്റെ മേൽനോട്ടത്തിൽ ഊരാളുങ്കലിലെ തൊഴിലാളികൾ രാപ്പകൽ അധ്വാനിച്ചാണ് വിസ്മയം തീർക്കുന്നത്. ആളുകളെ പറഞ്ഞു പറ്റിക്കില്ല, പറയുന്നത് ചെയ്യും, ചെയ്യുന്നതേ പറയൂ എന്ന് മുഖ്യമന്ത്രി പറയുമ്പോൾ രാഷ്ട്രീയമൊക്കെ മാറ്റിവെച്ച് നമ്മൾക്കത് ഉറപ്പായും വിശ്വസിക്കാം. പ്രതിസന്ധികളെ തരണം ചെയ്ത് കേരളത്തെ മികവോടെ രാജ്യത്തിനും ലോകത്തിനും മുന്നിൽ നിർത്തി മുഖ്യമന്ത്രി പിണറായിയും അദ്ദേഹത്തിൻ്റെ സർക്കാരും വിസ്മയം തീർക്കുന്നു. ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് അഡ്വക്കേറ്റ് K. അനിൽകുമാർ CPIM, ഡോക്ടർ GV ഹരി കോൺഗ്രസ്, അഡ്വക്കേറ്റ് N. ലാൽകുമാർ ഇടതു നിരീക്ഷകൻ. ഞാൻ ആദ്യം ഡോക്ടർ GV ഹരിയിലേക്ക്. ശ്രീ ഹരി, കേരളത്തെ സംബന്ധിച്ച് ഇന്ന് വൈകിട്ട് വന്ന മുഖ്യമന്ത്രിയുടെ ഈ പ്രഖ്യാപനം അത് കേരളത്തെ സംബന്ധിച്ച് വളരെ വളരെ പ്രാധാന്യമുള്ളതാണ്. മഹാപ്രളയം കടന്ന നാട് അത്രമേൽ ഞെട്ടിയതാണ്. മുണ്ടക്കയിലെയും ചൂരൽമലയിലെയും ആ വലിയ ദുരന്തം, മഹാദുരന്തം. നമ്മൾക്കറിയാം, കേന്ദ്രത്തിൻ്റെ സഹായം ഒന്നുമില്ലാതെ അതിനുവേണ്ടി നടത്തിയിട്ടുള്ള വലിയ പരിശ്രമങ്ങൾ. പ്രധാനമന്ത്രി വന്നിട്ട് പോലും രാജ്യത്തെ മറ്റു പല സംസ്ഥാനങ്ങൾക്കും പ്രത്യേക പാക്കേജുകൾ നൽകിയിട്ടും നമ്മൾക്ക് 1 രൂപ പോലും ആ നിലയിൽ നിന്നിട്ടില്ല. ഹൈക്കോടതിയുടെ അതിശക്തമായ വിമർശനമൊക്കെ നമ്മുടെയൊക്കെ മുമ്പിലുണ്ട്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയായിരുന്നു നമ്മുടെ ഏറ്റവും വലിയ കരുത്തും ആശ്വാസവും. അതിലേക്ക് കൈയയച്ച ആളുകൾ പണം തന്നതുകൊണ്ട് നമ്മളവിടെ ഒരു മോഡൽ ടൗൺഷിപ്പ് എന്ന ആശയം കേവലം അവർക്ക് കുറച്ച് വീടുകൾ വെച്ച് കൊടുക്കുക എന്നുള്ളതല്ല, കൽപ്പറ്റ ടൗണിലേക്ക് അവരെ കൊണ്ടുവരുന്നു. അവർക്ക് മോഡൽ ടൗൺഷിപ്പിൻ്റെ ഭാഗമായ 175 വീടുകൾ ഇപ്പോൾ പൂർത്തിയാവുന്നു എന്ന് പറയുന്നത് കേരളത്തെ സംബന്ധിച്ച് വളരെ അഭിമാനകരമായ, ചിട്ടയോടെ കാര്യങ്ങൾ മുന്നോട്ട് പോയതിൻ്റെ മാതൃകാപരമായ ഒരു അനുഭവമാണോ? ആ നിലയിൽ അതിനെ പിന്തുണയ്ക്കുന്നുണ്ടോ? ശരത്തെ, തീർച്ചയായിട്ടും. ഞാൻ പ്രത്യേകിച്ച് വയനാട്ടിൽ ഇത്തരത്തിൽ സർക്കാർ ചെയ്തിട്ടുള്ള ഒരു കാര്യത്തെ ഞങ്ങൾ കുറച്ച് കാണാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം അവിടുത്തെ ജനങ്ങൾ നേരിടുന്ന ദുരിതങ്ങൾ നമ്മളെല്ലാവരും നേരിട്ട് കണ്ടതാണ്. ആ പ്രയാസം നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുണ്ട്. സ്വാഭാവികമായിട്ടും ഈ 175 പേർക്ക് നൽകുന്ന വീട് സംബന്ധിച്ചിടത്തോളം അതിനകത്തുനിന്ന് ഒരു സംശയമില്ലാത്ത കാര്യമാണ്. അതോടൊപ്പം ഞങ്ങൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ ഇന്ന് മറ്റൊരു പ്രഖ്യാപനം കൂടി ഇതിനോടൊപ്പം വന്നിട്ടുണ്ട്. അത് പ്രഖ്യാപനമല്ല, നേരത്തെ തീരുമാനിച്ചതാണ്. നമ്മൾ 50 വീടുകൾക്ക് തറക്കല്ലിട് ഈ മാസം 26-ാം തീയതി ഉച്ചയ്ക്ക് മേപ്പാടി പഞ്ചായത്തിലെ കുന്നുംപറയിൽ വെച്ച് നമുക്ക് നമ്മൾ പ്രിയങ്കരനായ ശ്രീ രാഹുൽ ഗാന്ധി, രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവ്, അതിൻ്റെ തറക്കല്ലിടുന്നുണ്ട്. ഏകദേശം 3.24 ഏക്കർ സ്ഥലത്താണ് നമ്മളത് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. 2.18 സ്ഥലത്തിൻ്റെ രജിസ്ട്രേഷൻ ഈ ആഴ്ചയിൽ നടന്നു കഴിഞ്ഞു. 5.42 ഏക്കറിലായിട്ട് 50 വീടിൻ്റെ നിർമ്മാണം. ഒരാൾക്ക് 8 സെൻറ്റ് സ്ഥലം
വച്ച് നൽകുന്നുണ്ട്. അതിൽ പലർക്കും ചില സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞ് വീട് ലഭിക്കാത്ത, സർക്കാരിൻ്റെ പദ്ധതിയിൽ ലഭ്യമാകാത്ത ആളുകൾക്കാണ് വീടിന് അർഹരായിട്ടുള്ള ആളുകൾ. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള നടപടികൾ നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട്. സ്ഥലം എവിടെയാണ് ഹരി? നമ്മൾ പ്രധാനമായിട്ടും നമ്മൾ ചൂരൽമലയിലും മുണ്ടക്കയിലുമാണ് നമ്മളിത് ചെയ്തിട്ടുള്ളത്. നമ്മളിപ്പോൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നതെന്ന് പറയുന്നത് ദുരന്ത പ്രദേശത്ത് തന്നെയോ? ദുരന്ത പ്രദേശത്തിന് അടുത്തായിട്ടാണ്. അതായത് നമുക്കിപ്പം അതിനടുത്തോ? അതെ, സ്ഥലം ഞാൻ പറഞ്ഞല്ലോ. നല്ലതാണോ? അല്ല, ഞാൻ ചോദിച്ചു, അതാണല്ലോ നമ്മൾ അതെല്ലാം പൂർത്തിയായി സ്ഥലത്തിൻ്റെ. അല്ല, എൻ്റെ ഒരു സംശയം എന്താ വെച്ചാൽ, ഈ വലിയ ദുരന്തം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, അല്ലെങ്കിൽ നമ്മളൊക്കെ കണ്ടത്, വളരെ ഗൗരവത്തോടെ വിദഗ്ധ സംഘം ആ പ്രദേശമാകെ പരിശോധിച്ച് അവർ ചൂണ്ടിക്കാട്ടിയ സ്ഥലത്താണ് സർക്കാർ നീങ്ങിയത്. അപ്പോൾ അതിൻ്റെ പ്ലാന്റേഷൻ മാനേജ്മെൻറ്റ് കോടതികളൊക്കെ കയറി സുപ്രീം കോടതി വരെ പോയി. അവിടെയും പോയി അവർക്ക് കിട്ടേണ്ട കോമ്പൻസേഷൻ അവർ വലിയ തർക്കമൊക്കെ ഉന്നയിച്ചു. മാക്സിമം കോമ്പൻസേഷൻ കൊടുത്ത് സുപ്രീം കോടതിയുടെ ക്ലിയറൻസ് വാങ്ങിയാണ് അന്ന് ആ സ്ഥലം എടുത്തത്. അതായത് വിദഗ്ധർ ഇത് അപകടകരമല്ലാത്ത സ്ഥലമാണ് എന്ന് സർട്ടിഫൈ ചെയ്ത സ്ഥലത്താണ് ഈ മോഡൽ ടൗൺഷിപ്പിലെ ഈ വീടുകൾ ഉയരുന്നത്. ഇതിപ്പോൾ കേട്ടപ്പോൾ ജി വി ഹരി പറയുന്നത് മുണ്ടക്കൈക്കും ചൂരൽമലയ്ക്കും അടുത്ത് കോൺഗ്രസ്, അത് നല്ലതാണോ? ആശങ്കാജനകമല്ലേ? വിദഗ്ധരുടെ ഒരു ക്ലിയറൻസ് വേണ്ടത്. നമുക്ക് അവിടെ അങ്ങനെ ചെയ്യാൻ പറ്റുന്നത് എന്തുകൊണ്ടാണ്? അങ്ങനെ രജിസ്റ്റർ ചെയ്യാൻ പറ്റിയത് തന്നെ നമുക്ക് അത് കുഴപ്പമില്ലാത്ത ആ സ്ഥലമാണ് എന്നുള്ള സർട്ടിഫിക്കേഷൻ ഉള്ളത് കൊണ്ടാണ് നമുക്ക് ലഭിക്കുന്നത്. രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റ് ആ നിലയിൽ വിദഗ്ധരല്ലല്ലോ, ഭൗമശാസ്ത്രജ്ഞരടങ്ങുന്ന ഇതുപോലൊരു പ്രദേശത്തിന്റെ ആ ക്ലിയറൻസ് നൽകേണ്ട അവരാണ്. രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റിലെ രജിസ്ട്രാർ അല്ല. അവർ നോക്കുന്നത് എന്താണ്, ഇത് ഇങ്ങനെ വിൽപ്പന നടത്താൻ പറ്റുന്നതാണോ, അതിന് പ്രോപ്പർ ഡോക്യുമെന്റ് ഉണ്ടോ, ഇതല്ലേ അവർ നോക്കുള്ളൂ. അതെ, മനുഷ്യരുടെ ആശങ്ക എന്ന് പറയുന്നത് ഹരിക്ക് മനസ്സിലായില്ലേ? തീർച്ചയായും ഇത്തരം അപകടങ്ങൾ ഉണ്ടാകുന്ന സ്ഥലമാണോ എന്നൊരു ആശങ്കയുള്ളപ്പോൾ ആ പ്രദേശത്തിനടുത്ത് തന്നെ നല്ലതാണോ? എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ പറഞ്ഞല്ലോ, അങ്ങനെയുള്ള സ്ഥലത്തല്ലേ നമ്മൾ ചെയ്യുള്ളൂ. അതിനെന്താ സംശയം? ഞാൻ ഇപ്പോൾ നമുക്ക് 5 ഏക്കർ എന്ന ലെവലാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിനകത്ത് 3.24 ഏക്കർ സ്ഥലത്താണ് നമുക്ക് അതിനുള്ള അനുമതി ലഭിച്ചിട്ടുള്ളത്. അതിന് രജിസ്ട്രേഷനാണ് നമ്മൾ നടത്തിയിട്ട് ഈ വരുന്ന 26-ാം തീയതി അവിടെ 50 വീടുകൾ പണിയാനായിട്ടുള്ള അനുവാദം നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അത് നമ്മൾ തുടങ്ങാൻ പോകുന്നത് അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് അതിനകത്തൊരു എന്താണ് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം നമ്മളിത് എല്ലാ കാര്യങ്ങളും അതോടൊപ്പം ജിയോഗ്രഫിക്കൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് അവിടുത്തെ ജിയോഗ്രഫിയും മറ്റു കാര്യങ്ങളും എല്ലാം പരിശോധിച്ചതിന് ശേഷം നമ്മൾ മാത്രമല്ല, സർക്കാർ ചെയ്താലും ആര് ചെയ്താലും അതെല്ലാം അതിൻ്റെ അനുമതി കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ പ്രത്യേകിച്ച് നമുക്ക് അറിയാവുന്നതുപോലെ അവിടുത്തെ ആ ഒരു പ്രത്യേകത, അവിടുത്തെ ആ ഒരു ജിയോഗ്രഫിക്കൽ പ്രത്യേകതകൾ കൺസിഡർ ചെയ്തല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് അനുമതി കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് തറക്കല്ലിടാൻ പറ്റുന്നത്. അല്ലെങ്കിൽ തറക്കല്ലിടാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അതുകൊണ്ട് അതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഏകദേശം 1100 ചതുരശ്ര അടി വിസ്തീർണമുള്ള വീടുകളാണ് നമ്മൾ പണിയാനായിട്ട് പോകുന്നത്. ഇപ്പോൾ നമ്മളൊരു 50 വീടിൻ്റെ പണിയാണ് നമ്മൾ തുടങ്ങാനായിട്ട് പോകുന്നത്. അതാണ് നമുക്ക് ഇപ്പോൾ പറയാനുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും സർക്കാർ ചെയ്തിട്ടുള്ളൊരു പ്രധാനപ്പെട്ട കാര്യവും നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. കാരണം ഇതേ പ്രശ്നം തന്നെയാണ്, സർക്കാർ നേരിട്ട പ്രശ്നം ഇത് തന്നെയാണ്. അതിൻ്റെ എല്ലാ തരത്തിലുള്ള വശങ്ങളും പരിശോധിച്ചെങ്കിൽ മാത്രമേ അവിടെ സർക്കാരിനാണെങ്കിലും ആ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ശരി, ഞാൻ താങ്കളിലേക്ക് വരാം. ഞാൻ അവിടെ ചോദിച്ചത്, ഈ ഭൂമിക്ക് ഞാൻ ശ്രീ അനിൽകുമാറിലേക്കാണ് വരും. ഈ ഭൂമി ഇപ്പോൾ കോൺഗ്രസ് വീട് വെക്കാൻ തീരുമാനിച്ചതും കല്ലിടാൻ തീരുമാനിച്ചതും വൈകിയാണെങ്കിലും അതും സ്വാഗതാർഹമായ കാര്യം തന്നെയാണ്. പക്ഷേ ഞാൻ ചോദിച്ചൊരു കാര്യം, പെട്ടെന്ന് ഹരി പറയുന്നത് കേട്ടപ്പോൾ, ചൂരൽമലയ്ക്ക് അടുത്താണ് എന്ന് കേട്ടപ്പോൾ നിശ്ചയമായി ഇതിൻ്റെ രജിസ്ട്രേഷൻ തടസ്സങ്ങളുണ്ടെങ്കിൽ രജിസ്റ്റർ ചെയ്യാൻ കഴിയില്ല. പക്ഷേ എൻ്റെ ചോദ്യം ഇപ്പോഴും മറ്റൊന്നാണ്, ഭൗമശാസ്ത്രജ്ഞരടങ്ങുന്ന ഒരു വിദഗ്ധ സംഘത്തെ കൊണ്ട് വിലയിരുത്തി അവരുടെ ക്ലിയറൻസ് കൂടി വാങ്ങിയാണോ അതിനടുത്ത് തന്നെ ആ സ്ഥലം രജിസ്റ്റർ ചെയ്തിരിക്കുന്നു എന്നുള്ളൊരു സംശയം മാത്രമാണ് ഞാൻ ചോദിച്ചത്. ശ്രീഹരി അതുമായി ബന്ധപ്പെട്ട് പറഞ്ഞു കഴിഞ്ഞു. ഞാൻ ശ്രീ അനിൽകുമാറിലേക്കാണ് വരുന്നത്. ശ്രീ അനിൽകുമാർ, സർക്കാരിനെ സംബന്ധിച്ച് ഈ പ്രതിപക്ഷ നേതാവിൻ്റെ യാത്രയൊക്കെ ഇപ്പോൾ നടക്കുമ്പോഴും അദ്ദേഹം കഴിഞ്ഞ ദിവസവും പ്രസംഗിച്ചപ്പോൾ പറഞ്ഞത്, ഒരു വീടെങ്കിലും അവിടെ കൊടുത്തോ, ഈ സർക്കാർ എന്തെല്ലാമാണ് പറഞ്ഞു നടക്കുന്നത്, ഒരു വീടെങ്കിലും അവിടെ കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിക്കുന്ന നിലയിൽ അദ്ദേഹം അവിടുത്തെ പ്രവർത്തനങ്ങളെയൊക്കെ പൂർണ്ണമായും നിരാകരിച്ച് സർക്കാർ അക്കാര്യത്തിൽ ഒരു വലിയ പരാജയമാണ് എന്ന ഒരു തരത്തിലാണ് പ്രതിപക്ഷ നേതാവ് ഒരു സമീപനം സ്വീകരിച്ച് മുന്നോട്ട് പോയിട്ടുള്ളത്. ഇപ്പോൾ കോൺഗ്രസിൻ്റെ വീടുകൾ ഇതേ ദിവസം തന്നെ പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നു. അതിനെ CPIM LDF സ്വാഗതം ചെയ്യുകയാണോ? അതിലെന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങളുണ്ടോ? മറുഭാഗത്ത് സർക്കാർ ഇതിൽ ഏതു തരത്തിലുള്ളൊരു മാതൃകാപരമായ നീക്കമാണ് നടത്തിയിട്ടുള്ളത്? ഭാവി കേരളത്തിന് അവഗണിക്കാനാവാത്ത ഒരു വലിയ മാതൃകയായി, മോഡലായി ഈ കാര്യത്തിലെ സർക്കാരിൻ്റെ പ്രവർത്തനം മാറിക്കഴിഞ്ഞോ? ജനങ്ങൾക്ക് മുമ്പിലേക്ക് ആ നിലയിൽ അത് എത്തിക്കഴിഞ്ഞോ? സത്യം ചെരിപ്പിടുമ്പോഴേക്കും VD സതീശൻ 3 തവണ ലോകം ചുറ്റിയിരിക്കും. ഇതാണ് കേരളത്തിലെ ഏറ്റവും പുതിയ പഴഞ്ചൊല്ലല്ല, പുതിയ ചൊല്ല്. വയനാടുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞ നുണകൾ എത്രയാണ്. ഞങ്ങളാരും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കൊടുക്കുന്നതിനെ എതിർത്തിട്ടില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ ഒന്നാമത്തെ അവകാശവാദം. ബഹുമാനപ്പെട്ട KPCC പ്രസിഡന്റ് താക്കീത് സ്വരത്തിൽ പറഞ്ഞു, KPCCയുടെ ആപ്പിലേക്ക് പൈസ കൊടുത്താൽ മതി, ഒരൊറ്റ കോൺഗ്രസ്സുകാരനും അവിടേക്ക് പണം കൊടുക്കണ്ട. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് സ്വന്തമായി വേറെ പണം പിരിച്ചു.
കോൺഗ്രസ്സുകാർ എത്ര രൂപ പിരിച്ചു എന്ന് നമുക്കറിയത്തില്ല. ഏതാണ്ട് ഒരു ആപ്പുണ്ട്, അത് എത്രത്തോളം കിട്ടിയതൊരു കണക്കാരോടും പറഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് അതിൽ നിന്ന് അവർ ചെയ്തു കഴിഞ്ഞതെന്ന് വ്യക്തമായിട്ടില്ല. യൂത്ത് കോൺഗ്രസിൻ്റെ കാര്യം നമുക്കറിയാമല്ലോ, എങ്ങനെ ചെലവഴിച്ചു എന്നുള്ളത് പല വെളിപ്പെടുത്തലുകളിലൂടെയും കേരളം കേട്ടുകഴിഞ്ഞു. അപ്പോൾ ഒന്നാമത്തെ കാര്യം, കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ സർക്കാരിനോടുള്ള വൈരം മൂത്ത് വയനാട്ടിലെ മനുഷ്യരെ ഏറ്റവും നല്ല നിലയ്ക്ക് പുനരധിവസിപ്പിക്കാനുള്ള പ്രവർത്തനത്തെ അട്ടിമറിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് ശ്രമിച്ചത് എന്നാണ് ഒന്നാമത്തെ കാര്യം. എന്നിട്ട് അദ്ദേഹം നുണ പറഞ്ഞു, ഞങ്ങളെല്ലാം പണം കൊടുത്തു. അത് കള്ളമാണെന്ന് തെളിഞ്ഞിരിക്കുന്നു. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്താണ്? കേരളത്തിലെ സർക്കാർ സ്ഥലം കൊടുക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് കോൺഗ്രസിൻ്റെ നിർമ്മാണം വൈകിയത്. ഇതാണ് അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ വാദം. ഇന്നത്തെ ചർച്ചയിൽ ബഹുമാനപ്പെട്ട ജി.വി. ഹരി പറഞ്ഞാൽ മതി, ആരെ എപ്പോൾ എവിടെ വെച്ച് സ്ഥലം കൊടുക്കാമെന്ന് പറഞ്ഞു, എത്ര രൂപ വിലയ്ക്ക്, എന്താണ് കോൺഗ്രസ്സിന് കിട്ടിയ ഉറപ്പ്, പിന്നെ കൊടുക്കുകയില്ലെന്നാണല്ലോ പറഞ്ഞത്. അപ്പോൾ സത്യം എന്താണെന്നറിയോ? ഒരു തവണ പോലും കേരള സർക്കാരിനോട് അങ്ങനെ ചോദിക്കാനോ, ചോദിച്ചാൽ കേരള സർക്കാരിന് സ്ഥലം കൊടുക്കാനോ പറ്റത്തില്ല. എന്താ അതിൻ്റെ കാരണം? നിങ്ങൾ ഒരു പ്രത്യേക ആവശ്യത്തിന് വേണ്ടി, പബ്ലിക് പർപ്പസിന് വേണ്ടി വസ്തു ഏറ്റെടുത്ത് കഴിഞ്ഞാൽ ആ ആവശ്യത്തിനല്ലാതെ അത് ഉപയോഗിക്കാനാവില്ല. അപ്പോൾ വയനാട് ദുരിതബാധിതർക്ക് വേണ്ടി, അർഹതപ്പെട്ടവർക്ക് വേണ്ടി വസ്തു എടുത്തു കഴിഞ്ഞാൽ അതിനെ ഉപയോഗിക്കാൻ കഴിയൂ. അത് കോൺഗ്രസ് പാർട്ടിക്ക് മറിച്ചു കൊടുക്കാൻ സംസ്ഥാന സർക്കാരിന് പറ്റുമോ? ഏത് നിയമം അനുസരിച്ച് പറ്റും? അങ്ങനെ കൊടുക്കാൻ സർക്കാർ തീരുമാനിച്ചാൽ ഇപ്പോൾ ഏറ്റെടുത്ത സ്ഥലത്തിൻ്റെ തന്നെ അവകാശങ്ങൾ സർക്കാരിനില്ലാതെയാകും, ആ നോട്ടിഫിക്കേഷൻ റദ്ദാവും. അപ്പോൾ കോൺഗ്രസ്സിന് സ്ഥലം വേണമെന്ന് പറയുന്നത് ഈ പദ്ധതി അട്ടിമറിക്കാൻ വി.ഡി. സതീശൻ എന്ന് പറയുന്ന ഏറ്റവും ബുദ്ധിമാനായ, കൂർമ്മ ബുദ്ധിമാനായ ഒരു ദുഷ്ടബുദ്ധിയുടെ ഒരു പ്രധാനപ്പെട്ട ഇടപെടലായിരുന്നു അത് എന്നുള്ളത് സംശയിക്കുന്നതിൽ എന്താണ് തെറ്റ്? ഇത് അട്ടിമറിക്കണം. എങ്ങാനും കേരള സർക്കാർ കോൺഗ്രസിന് ചില സ്ഥലം കൊടുത്താൽ ആ ഒറ്റ ക്യൂറോഫിൽ ഈ പദ്ധതി നടക്കാതെ വരും. കാരണം ഹൈക്കോടതി അത് ഇപ്പോൾ കിടക്കുന്ന കേസിനകത്ത് എന്ത് പറയും? നിങ്ങൾ ഭൂമി കച്ചവടം നടത്തുകയാണ്, ആ നോട്ടിഫിക്കേഷൻ നിൽക്കത്തില്ല, റദ്ദാക്കി കളഞ്ഞാലോ ആളുകളെ പുനരധിവസിപ്പിക്കാൻ പറ്റുമോ? അപ്പോൾ ഒന്നാമത്തെ ചോദ്യം, സംസ്ഥാന സർക്കാരിന് അങ്ങനെ ഒരു പാർട്ടിക്ക് സ്ഥലം കൊടുക്കാൻ പറ്റത്തില്ല. രണ്ട്, അതിൻ്റെ ഗുണഭോക്താക്കളാര്? ഇപ്പോഴെങ്കിലും ബഹുമാനപ്പെട്ട വി.ഡി. സതീശൻ പറയൂ, ഇന്ന് കോൺഗ്രസിൻ്റെ പ്രതിനിധികൾ പറയൂ, ഇതാ ഞങ്ങളുടെ ലിസ്റ്റിലെ ഗുണഭോക്താക്കളുടെ പട്ടിക പുറത്തു വിടുക, മുസ്ലിം ലീഗ് പുറത്തു വിടുക. അപ്പോൾ നമ്മുടെ അടുത്ത ചോദ്യം വരും, എന്താണ് അവർക്ക് അർഹതയില്ലാതെ വന്നത്? ന്യായമായ കാരണങ്ങളാലാണ് അവർ പുറത്താക്കപ്പെട്ടതെങ്കിൽ അവരെ ഉൾക്കൊണ്ടുകൊണ്ട് കേരള സർക്കാർ സൗകര്യം ചെയ്ത് കൊടുക്കുമല്ലോ. ഇപ്പോൾ എൽസ്റ്റൺ എസ്റ്റേറ്റിൽ കേരള സർക്കാർ പണിതുകൊണ്ടിരിക്കുന്ന സ്ഥലത്തിന് ചുറ്റും കൊതിയോടുകൂടി നടക്കുകയാണ് ആ പാവപ്പെട്ട മനുഷ്യർ. നിങ്ങൾ ആ പാവപ്പെട്ട മനുഷ്യരെ പറഞ്ഞ് പറ്റിച്ചിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഈ വയനാട് ദുരിതം അനുഭവിച്ചവർക്കാണ് വീട് കൊടുക്കുന്നതെങ്കിൽ അവർക്കെന്തുകൊണ്ട് നിഷേധിക്കപ്പെട്ടു ഈ വീടുകൾ? അവർക്കൂടെ കിട്ടേണ്ടതല്ലേ? അതല്ലേ പ്രതിപക്ഷം പറയേണ്ടിയിരുന്നത്? ഈ സർക്കാർ കൊടുക്കുന്ന അസുലഭമായ ഒരു നിർമ്മിതി, നല്ലൊരു സംവിധാനം, നല്ലൊരു കൂട്ടായ്മ, നല്ലൊരു ടൗൺഷിപ്പ് പണിയുന്നു. ഒരു ദുരിതമുണ്ടായാൽ UP എന്ത് ചെയ്യും? കർണാടക എന്ത് ചെയ്യും? ഒരു ദുരന്തമുണ്ടായാൽ ഇന്ത്യയിലെ മറ്റ് സ്റ്റേറ്റുകൾ എന്തു ചെയ്യും? കോൺഗ്രസ് BJP എന്തു ചെയ്യും എന്നതിന് ബദല് ഇടതുപക്ഷ ബദൽ എന്താണ്? കേരളത്തിൻ്റെ ബദൽ എന്താണ്? ഇതാണ് വയനാട്ടിൽ ഉയരുന്നത്. അതിന് ഞങ്ങളൊക്കെ പണം കൊടുത്തവരാണ്. CPM തന്നെ സംസ്ഥാന കമ്മിറ്റി പണം കൊടുത്തു, പാർട്ടിയുടെ മുഴുവൻ വർഗ ബഹുജന സംഘടനകളും പണം കൊടുത്തു. ആ പണം കൊടുത്ത് ഒരു 100 കോടിയോളം രൂപ ഇടതുപക്ഷ ഭാഗത്തുനിന്ന് കൊടുത്താണ്. CPI 1 കോടി കൊടുത്തു, കോൺഗ്രസ് എത്ര കൊടുത്തു? പറയട്ടെ, നിങ്ങളിപ്പോൾ പിന്തുണച്ചല്ലോ, ഒരു പറയട്ടെ. ടി സിദ്ദിഖ് അവിടെ പോയി ഞെളിഞ്ഞു നിന്നിട്ട് പറയുന്നുണ്ടായിരുന്നല്ലോ, ഇത് ഇത്രത്തോളം പണി പൂർത്തിയായി സതീശൻ്റെ വാദത്തെ ലംഘിച്ചുകൊണ്ട്. അല്ല, അതിൽ പ്രതിപക്ഷ നേതാവ് ശ്രീ അനിൽകുമാർ, അതിൽ താങ്കൾ വിശദീകരിക്കേണ്ട ഒരു കാര്യമുണ്ട്. പ്രതിപക്ഷ നേതാവ് അദ്ദേഹം തുടർച്ചയായി പറയുന്നുണ്ടല്ലോ, CMDRF മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കൊടുക്കരുത് എന്ന് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ആളുകളും പറഞ്ഞു എന്നാണല്ലോ ഇപ്പോൾ പ്രചരിപ്പിക്കുന്നത്. എന്തൊരു കളവാണ് ആ പറയുന്നത്? അദ്ദേഹവും സിദ്ദിഖും ഈ MLA-മാരൊക്കെ പണം കൊടുത്തിട്ടുണ്ടല്ലോ, CMDRF-ലേക്ക് നൽകിയിട്ടുണ്ടല്ലോ. പിന്നെ എന്തിനു വേണ്ടിയാണ് ഈ കള്ളപ്രചാരണം നടത്തുന്നത് എന്നാണ് പ്രതിപക്ഷ നേതാവ് തിരിച്ചു ചോദിക്കുന്നത്. അതെ, നമ്മൾ അതിൻ്റെ രേഖകൾ നോക്കിയപ്പോൾ 3-4 MLA-മാർ 1-2 MP-മാർ ചെറിയ പണം കൊടുത്തിട്ടുണ്ട്. രാഹുൽ ഗാന്ധി കൊടുത്തതായിട്ട് കണ്ടില്ല കേട്ടോ, പ്രിയങ്ക ഗാന്ധി കൊടുത്തതായിട്ടും കണ്ടില്ല. കൊടുത്തെങ്കിൽ അവർക്ക് പറയാം. KPC പ്രസിഡൻ്റിൻ്റെ പ്രസ്താവന എന്തായാലും ഒരാളും പണം കൊടുക്കരുത്. പിന്നെ കോൺഗ്രസ്സുകാരിൽ ഇവിടെ പണം കൊടുത്ത പിന്നെ ആപ്പിലാര് പണം കൊടുക്കും? ആപ്പിലാരാ കാശ് തന്നത്?
കോൺഗ്രസിൻ്റെ ആപ്പിൽ എത്ര കോടി കിട്ടി? ഒരു ആപ്പ് ഉണ്ടാക്കുമ്പോൾ ഇന്നത്തെ പണം ഇപ്പം അറിയാമല്ലോ, എണ്ണി തീർന്നില്ലേ? പാവപ്പെട്ട മനുഷ്യൻ്റെ മൃതദേഹങ്ങൾ കാണിച്ച് നിങ്ങൾ ഈ രാജ്യത്ത് നിന്ന് പണം പുറത്തു നടക്കം കോടികൾ KPC പിരിച്ചിട്ട് കനകോലിന് കൊടുത്തിരിക്കുകയാണോ? എന്നിട്ട് ആ കനകോലിന് ഉപയോഗിച്ച് ഞങ്ങൾക്കെതിരായിട്ടും സർക്കാരിനെതിരായിട്ടും നുണ നിർമ്മിക്കുകയാണോ? ചെയ്യാൻ പാടില്ലാത്ത കാര്യമായിരുന്നു അത്. യൂത്ത് കോൺഗ്രസ് ചെയ്തത് നമ്മൾ കണ്ടു. കോൺഗ്രസും അത് ചെയ്യാൻ പാടില്ലായിരുന്നു. ഇവിടെ ഒരു കാര്യം വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ കേരളത്തിൽ അഭിമാനബോധത്തോടെ ജീവിക്കുന്ന മനുഷ്യരുണ്ട്. ആ മനുഷ്യൻ്റെ ജീവിത നിലവാരം എന്താണ് എന്ന് ഒരു മധ്യവികസിത രാജ്യത്തെ ജനങ്ങൾക്ക് ജീവിക്കുന്ന സുഖസൗകര്യങ്ങളോടെ ജീവിക്കുന്ന കേരളത്തെയാണ് പിണറായി വിജയൻ ഗവൺമെൻറ് നവകേരളം എന്ന് പറയുന്നത്. വിഷൻ 2031. ഇന്നത്തെ കേരളത്തിലെ മനുഷ്യൻ്റെ വരുമാനം വർദ്ധിപ്പിച്ചൊരു നവകേരളം ഉണ്ടാക്കും. അങ്ങനെ ഉണ്ടാക്കുന്ന കേരളത്തിൽ ജീവിക്കേണ്ട മനുഷ്യൻ എങ്ങനെ ജീവിക്കണം എന്ന് കാണിക്കുന്ന ഒരു നിർമ്മിതിയാണ് വയനാട്ടിലുണ്ടായിരിക്കുന്നത്. വയനാട് ഒരു മൂലയ്ക്കാണ്, അവരെങ്ങനെ ജീവിച്ചോട്ടെ എന്നല്ല, ഒരു നഗര നടുവിൽ ജീവിക്കുന്ന മനുഷ്യനേക്കാൾ ഉയരത്തിൽ അവിടെ ജീവിക്കും. ശരി, അഡ്വക്കേറ്റ് ലാൽകുമാർ, ഇപ്പോൾ കേരളം ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നൊരു ഘട്ടത്തിൽ ജനങ്ങൾക്കിടയിൽ ഭരണപ്രതിപക്ഷങ്ങളെ താരതമ്യം ചെയ്യുന്നതിന് ഈ മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതർക്ക് കൊടുക്കുന്ന ഈ മോഡൽ ടൗൺഷിപ്പിൻ്റെ ഭാഗമായിട്ടുള്ള മികച്ച വീടുകൾ, മറുഭാഗത്ത് അതുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ യാത്രയിൽ പറയുന്ന കാര്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ട് സമൂഹ മാധ്യമങ്ങളിൽ നടക്കുന്ന ചർച്ചകൾ, ഇപ്പോൾ കോൺഗ്രസ് വീട് കൊടുക്കാൻ പോകുന്നു എന്ന് പറയുന്ന പ്രഖ്യാപനം, കല്ലിടുന്നു എന്ന് പറഞ്ഞ പ്രഖ്യാപനത്തിലും ചോദ്യങ്ങൾ നിരവധിയായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു വലിയ താരതമ്യം ആളുകളുടെ ഇടയിലേക്ക് വളരെ ശക്തമായി കാര്യമായി സംഭവിക്കാൻ പോവുകയാണോ? കാരണം മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹം അധികാരത്തിൽ വന്ന കാലം മുതൽ പറയുന്നൊരു കാര്യമുണ്ട്, പറയുന്നതേ ചെയ്യൂ, ചെയ്യുന്നതേ പറയൂ എന്ന് പറയുന്ന ഒരു കാര്യം. അത് കേവലമായ ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻ്റ് അല്ല, അതിനപ്പുറം അതിൽ വളരെ ഗൗരവമായ ഉത്തരവാദിത്വമുണ്ട്. ആ രാഷ്ട്രീയ പ്രസ്താവനയ്ക്ക് അതിനോട് നീതി പുലർത്തി അത് ശരിയാം വണ്ണം നടപ്പാക്കുന്നു എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദാഹരണമായി ഈ വയനാട് തീരുമാനം മാറുകയാണോ? ബുധനാഴ്ചയാണ് 175 വീടുകൾ കൊടുക്കുന്നത്. അപ്പോൾ ആളുകൾക്കിടയിലേക്ക് ഒരു താരതമ്യം, ഭരണപ്രതിപക്ഷ താരതമ്യം സംഭവിക്കാൻ പോവുകയാണോ കാര്യമായി? അല്ല, നോക്കൂ, ഇത് വയനാട്ടിലെ ദുരന്തത്തിൻ്റെ ഒരു പ്രത്യേകത, നമുക്ക് വലിയൊരു മഹാദുരന്തം ഉണ്ടായ ശേഷം ആ ദുരന്തത്തിന് ഒരു തരത്തിലും 1% പോലും സപ്പോർട്ട് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് സംസ്ഥാന സർക്കാരിന് കിട്ടിയില്ല എന്നുള്ളതാണ് അവിടുത്തെ ഏറ്റവും വലിയൊരു വിഷയം. നോക്കൂ, പ്രധാനമന്ത്രി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ വിഷയം നടന്ന ശേഷം ഈ പറയുന്ന സ്പോട്ട് സന്ദർശിച്ച ഒരു ആളാണ്. ആ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടന്ന് സുരേഷ് ഗോപിയോടൊക്കെ ഒപ്പം നടന്ന ശേഷം ഒന്നും കൊടുക്കണ്ട, അല്ലെങ്കിൽ ഒന്നും കൊടുക്കണ്ട എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് അവരെത്തിയത് എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. നമ്മൾ ₹1 പോലും അവിടുന്ന് കിട്ടിയതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നില്ല. എന്തായാലും നോക്കൂ, UP, ബീഹാർ അല്ലെങ്കിൽ ഈ പറയുന്ന BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ, അതല്ലെങ്കിൽ BJP NDA അലയൻസിൽ ഇപ്പോൾ പിടിച്ചു നിർത്തുന്ന സംസ്ഥാനങ്ങൾ, അവിടെയൊക്കെ ആയിരുന്നു ഇത് നടക്കുന്നതെങ്കിൽ അവർ കൊടുക്കുന്ന പണത്തിൻ്റെ അളവ് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ, ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, സംസ്ഥാന സർക്കാരിന് ഗുണപ്രദമായി അല്ലെങ്കിൽ ഇവിടുത്തെ ജനങ്ങൾക്ക് ഗുണമായി ഒരു കാര്യവും ഇവർ ചെയ്തില്ല. കേന്ദ്ര സർക്കാർ ചെയ്യാതിരിക്കുന്ന ഒരു ഘട്ടത്തിൽ കൂടിയാണ് നാം കടന്നു പോകുന്നത്. അവിടെയാണ് സംസ്ഥാന സർക്കാരിൻ്റെ സാമ്പത്തിക പ്രതിസന്ധി ഉള്ള സമയത്ത്, സാമ്പത്തിക പ്രതിസന്ധി ഇതേ റീസൺ തന്നെയാണ്, സെൻട്രൽ ഗവൺമെൻറ് ആഡിക്വേറ്റ് ഫണ്ട്സ് നമുക്ക് തരുന്നില്ല. ആ ഫണ്ട്സ് ഇല്ലാത്ത സമയത്ത് നമ്മൾ വലിയ ശ്രമങ്ങൾ നടത്തി കൃത്യസമയത്ത് തന്നെ കാര്യങ്ങൾ കൺക്ലൂഷനിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നു എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. അത് ഒരു മാനേജ്മെൻറ്റിൻ്റെ ഭാഗമാണത്. എന്താ, നമ്മൾ പറഞ്ഞതേ ചെയ്യൂ അല്ലെങ്കിൽ ചെയ്യുന്നത് പറയും, ആ പറയുന്ന കാര്യമുണ്ടല്ലോ, നമ്മൾ അത് എളുപ്പമുള്ളൊരു കാര്യമല്ല. അതിനൊരു മാസ്റ്റർ പ്ലാൻ വേണം. ആ മാസ്റ്റർ പ്ലാനിന് ഇൻലൈനായിട്ട് വർക്ക് ചെയ്യാനായിട്ടുള്ളൊരു സിസ്റ്റം വേണം. ആ സിസ്റ്റം, ബ്യൂറോക്രാറ്റിക് സിസ്റ്റത്തെ റൺ ചെയ്യാനുള്ള പൊട്ടൻഷ്യലുള്ള ഒരു പൊളിറ്റിക്കൽ ഹെഡ് വേണം, അതിനൊരു പൊളിറ്റിക്കൽ വില്ല് വേണം. അപ്പോൾ ഇത്രയും മൾട്ടിപ്പിൾ ഫാക്ടേഴ്സ് അതിനകത്ത് ഇൻവോൾവ് ആണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഞാൻ ആ ഭാഗം നിർത്തി. അടുത്തത് ഈ കോൺഗ്രസിൻ്റെ കാര്യം പറഞ്ഞതിനകത്ത് ഞാൻ ഒരു വലിയ കാര്യം അതിനകത്ത് ഇപ്പോൾ പറയുന്നില്ല, കാര്യം ഓൾറെഡി അനിലേട്ടൻ അതിനെക്കുറിച്ച് സംസാരിച്ച് കഴിഞ്ഞു ദൈർഘ്യത്തിൽ. അതിനകത്ത് എനിക്ക് തോന്നിയൊരു കാര്യം, അവരിപ്പം കൊടുത്തിരിക്കുന്ന എത്രയോ വീടുകൾ കൊടുക്കാം എന്നവർ പ്രഖ്യാപിച്ചിരിക്കുന്നു, 50 വീട്. അതിനകത്ത് ആദ്യം എനിക്ക് കേട്ടപ്പോൾ തോന്നിയത്, അവർ വീട് കൊടുക്കാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ, ലെറ്റ് us take they are going to give 50 പേർക്ക് വീട് കൊടുക്കാൻ അവർ തീരുമാനിക്കുന്നു.
അങ്ങനാണെങ്കിൽ സർക്കാർ അവർക്ക് കൊടുക്കത്തില്ല എന്ന് പറയുന്ന സാഹചര്യമുണ്ടോ? അതൊരു രാഷ്ട്രീയ ആയുധമായിട്ട് കോൺഗ്രസിന് ഉപയോഗിക്കാമായിരുന്നല്ലോ. കാര്യം സർക്കാർ കൊടുക്കാത്തവർ എന്ന് പറഞ്ഞൊരു കണക്ക് ഇവർക്ക് വേണമെങ്കിൽ പ്രകടിപ്പിക്കാമായിരുന്നല്ലോ. അപ്പം ദർ ഇസ് സംതിങ് റോങ്. അത് എൻ്റെ വിശ്വാസം അത് ശരിയായ ദിശയിലല്ല കാര്യങ്ങൾ നീങ്ങിയത്. അങ്ങനെയാണല്ലോ അല്ലേ? അതായത് കേക്ക് അവർക്ക് ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാനൊന്ന് പറഞ്ഞതേ ഉള്ളൂ. ഞാൻ പറയട്ടെ ഹരി. ലാല പറഞ്ഞോളൂ. ഞാനൊന്ന് സൂചിപ്പിച്ചത് അത്. ലാൽ അങ്ങനെ ഒരു സംശയം പ്രകടിപ്പിച്ചു. പറഞ്ഞു അല്ല, ലാൽ അങ്ങനെ ഒരു ഞാൻ അത് കഴിഞ്ഞ് മറുപടി ലാൽ അങ്ങനെ ഒരു സംശയം പ്രകടിപ്പിച്ചുകൊണ്ട് ഞാൻ സപ്ലിമെൻ്റ് ചെയ്തതാണ്. അതായത് നമ്മൾ ഇങ്ങനെ ആ 50 പേരെ നമ്മൾ നിശ്ചയിച്ചിരിക്കുന്നത് ടെക്നിക്കൽ റീസൺസ് പറഞ്ഞിട്ട് സർക്കാരിൻ്റെ ലിസ്റ്റിൽ പെടാത്ത ആളുകളെ തന്നെയാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. അത് അങ്ങനെ ആയിരുന്നുവെങ്കിൽ പ്രതിപക്ഷ നേതാവുണ്ടല്ലോ അലറിയനെ, അതൊക്കെ ഞങ്ങൾ വിട്ടോളാം. കണക്ക് പറയാം. അതൊക്കെ ഞങ്ങൾ വിട്ടോളാം. അല്ല, അത് ഉത്തരവാദിത്വം അത് ആവശ്യമല്ലേ ഇന്ന് ചെയ്യേണ്ടത്. അതാണ് കുഴപ്പം. അതാണ് ഹരി ഇവിടുത്തെ കുഴപ്പം എന്നറിയോ? ഞാൻ പറഞ്ഞല്ലോ, അത് പറയാം. അങ്ങ് പറയൂ എന്ന് ഞാൻ പറഞ്ഞോളാം. നിങ്ങൾക്ക് 50 അല്ല ഒരു സെക്കൻഡ് എലിമിനേറ്റ് ചെയ്യപ്പെട്ട, അതാണ് ശരത്തേട്ട അതിനകത്തെ കള്ളത്തരം. അത് ഹരി കള്ളം പറഞ്ഞു എന്നുള്ളതല്ല ഞാൻ പറഞ്ഞിട്ട്. എനിക്ക് അങ്ങനെ ഒരു വാദമില്ല. ഹരി എൻ്റെ സുഹൃത്താണ്, സ്നേഹിതനാണ്. ചർച്ചയിൽ വലിയ പ്രശ്നമാണ് കേട്ടോ. ഇപ്പോൾ 50 പേര് ഞാൻ പറഞ്ഞ ഒരു നമ്പർ. ഹരിക്ക് പ്രശ്നമില്ല, വേറെ ചില ആളുകൾക്ക് വലിയ പ്രശ്നമാണ് അത് കേൾക്കുമ്പോൾ. അതെ, അത് പോട്ടെ, അത് അവരുടെ പ്രശ്നമാണ്. ശരി, അതെ. അല്ല, 50 പേരെ ഇവർ എക്സ്ക്ലൂഡ് ചെയ്യുന്നു. അപ്പൊ സർക്കാരിന്റെ ലിസ്റ്റിൽ വരാത്ത 50 പേരെ ഇവർ കണ്ടെത്തിയിട്ടുണ്ടല്ലോ. അല്ലാതെ ഇവർക്ക് 50 പേർക്ക് വീട് പണിയാൻ പറ്റത്തില്ല. അത് അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും ഇവിടെ ബഹളം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വാർത്താ സമ്മേളനം നടത്തുന്ന വി ഡി സതീശൻ, പ്രതിപക്ഷ നേതാവ്, ഇതിനെക്കുറിച്ച് ഈ ലിസ്റ്റ് അടക്കം ഈ സംസ്ഥാനത്ത് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന കാലത്ത് പറയത്തില്ലെന്നാണോ വിചാരിക്കുന്നത്? ഞാൻ ഉറപ്പിച്ചു പറയുന്നു, അദ്ദേഹം കൃത്യമായ അക്കമിട്ട് പറയും. അദ്ദേഹം ഫാക്ച്വൽ മാൻ ആണല്ലോ. എല്ലാത്തിനും ഫാക്റ്റും ഫിഗേഴ്സും വെച്ച് കണക്ക് വെച്ച് പഠിച്ച് വസ്തുതാപരമായി പറയുന്ന ആളാണല്ലോ. ശരത്തേട്ട് തോന്നുന്നുണ്ടോ അദ്ദേഹം പറയാതിരിക്കുന്നു? ഞാൻ ഉറപ്പിച്ചു പറഞ്ഞു അദ്ദേഹം പറയുന്നു. നിശ്ചയമായും രാഷ്ട്രീയമായി ഇത് ഇത്രേ ഉള്ളൂ. പ്രതിപക്ഷത്തിന് ഈ വിഷയത്തെ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ അത് ചലഞ്ച് ചെയ്ത് അവതരിപ്പിക്കുമായിരുന്നു. യാതൊരു സംശയവും വേണ്ട, അത് ഉറപ്പായും ചെയ്യും. അങ്ങനെയാണെങ്കിൽ അത് അവതരിപ്പിക്കുമായിരുന്നു. അടുത്തത് അതിന് വേറെ സ്റ്റേജുകളുണ്ട്. ഈ പറയുന്ന ഓരോരുത്തർ ഈ ഒഴിവാക്കപ്പെട്ടവരുടെ വീട്ടിൽ ഈ ചാനലുകാരെ എല്ലാം വിട്ടേനെ. ഈ ചാനൽ മൊത്തം ഇപ്പോൾ കൂടുതലാണല്ലോ. ഈ ഓരോരുത്തരുടെ വീട്ടിൽ കണ്ണീരൊപ്പാനായിട്ട് കോൺഗ്രസ് കരുതാണ്ട് സർക്കാർ അവഗണന, ഇങ്ങനെയുള്ള വാർത്തയും ഇവിടെ വന്നേനെയും. നമ്മൾ വെറും കണ്ണുപൊട്ടന്മാരോ നമ്മൾ ഈ നാട്ടിൽ താമസിക്കുന്നവരല്ലാഴികയല്ല. നമുക്ക് ഇവിടെ എന്താ നടക്കുന്നത് വ്യക്തമായ ധാരണയുള്ള ആൾക്കാരാണ്. ഇത് നോക്കൂ, നിങ്ങൾ വീട് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് കൊടുക്കൂ എന്നുവെച്ചാൽ ആരിൽ ബെനിഫിഷ്യറീസ് ഉണ്ട് എങ്കിൽ കൊടുക്കും തന്നെ ഞാൻ പറയുന്നത്. കാര്യം അതിൻ്റെ വിശാലാർത്ഥത്തിൽ കാണാനുള്ള മനസ്സെനിക്കുണ്ട്. പക്ഷേ ആ വിശാലാർത്ഥത്തിലാണോ ഇവർ കാര്യങ്ങൾ നടത്തുന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. കാര്യം എന്ന് വെച്ചാൽ പറയാം. നോക്കൂ, വയനാടുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എന്നെ കേൾക്കുന്നവർ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അവിടെ വേണ്ടത് വിശാലാർത്ഥത്തിലുണ്ടായിരുന്ന ഒരു മാസ്റ്റർ പ്ലാനാണ്. കാര്യം അവിടെ ഒരു വലിയ ദുരന്തം ഉണ്ടായി, ഒരുപാട് പേര് അവർക്ക് ഹോംലെസ് ആയി മാറി. അവർക്കുണ്ടാകേണ്ടത് ഒരു മാസ്റ്റർ പ്ലാനിൻ്റെ ഭാഗമായിരുന്നു. ആ മാസ്റ്റർ പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യാൻ കോൺഗ്രസിന് കഴിയില്ല. ആ മാസ്റ്റർ പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യാൻ BJPക്ക് കഴിയില്ല. ആ മാസ്റ്റർ പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യാൻ CPIM-നും കഴിയില്ല. ഞാൻ ആ 3 പാർട്ടി ഉൾപ്പെടുത്തിയാണ് പറഞ്ഞത്. ആ മാസ്റ്റർ പ്ലാന് നടത്തിയെടുക്കാൻ പറ്റുന്നത് സർക്കാരിനാണ്. ആ സർക്കാരിലേക്ക് ഫണ്ട് കൊടുക്കുക എന്നുള്ളതല്ലായിരുന്നോ ഏറ്റവും ഉചിതമായ കാര്യം? ആ മാസ്റ്റർ പ്ലാൻ അനുസരിച്ച് വർക്ക് ചെയ്യാമായിരുന്നല്ലോ. ഇതിപ്പോൾ പറയുന്നത് എന്താ? ഞങ്ങൾ സ്ഥലമെടുത്തു, കൈവച്ചിരിക്കുന്നു, വീട് പണിയാൻ പോകുന്നു, തറക്കല്ലിടുന്നു. ഇതൊക്കെ ഈ തറക്കല്ല് അവിടെ തന്നെ കിടക്കും. തെരഞ്ഞെടുപ്പ് കഴിയുമെന്ന് കഴിയുമ്പോൾ ഈ സാധനം എല്ലാവർക്കും ഉണ്ട് എന്ന് പറഞ്ഞ് ഏതെങ്കിലും രീതിയിലേക്ക് തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള ഒരു ഫോൾസ് നറേറ്റീവിന്റെ ഭാഗമാണ് എന്ന് ഞാൻ ഒരു വിമർശനമായി തന്നെ ഉന്നയിക്കും. തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടാണ് എന്നാണോ ആയിരുന്നെങ്കിൽ? അല്ല എങ്കിൽ ഇവർ എന്തോ തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടാണ് അങ്ങനത്തെ അങ്ങനെ സംശയം പോലും ഇല്ല എനിക്ക്. തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടാണെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. ഓക്കെ, ഞാൻ വരാം നിൽക്കുക, ഒറ്റ കൺക്ലൂഡ് ചെയ്യാം. തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടാണെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. എനിക്ക് അങ്ങനെ തന്നെ എൻ്റെ വാദം. അതിനകത്ത് ഒറ്റ കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഒറ്റ കാര്യം കൂടെ, ഈ പറയുന്ന അനിലേട്ടൻ പറഞ്ഞതുപോലെ ഇവർ ഇങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഈ ലിസ്റ്റിങ് പറയുന്നത് ഇന്നിപ്പോൾ പറയാൻ പറ്റത്തില്ല. നാളെ രാവിലെ നമ്മളത് പുറത്തു വിടുമെന്ന് പറഞ്ഞങ്ങ് പോയാൽ മതി. നാളെ അങ്ങ് പുറത്തു വിട്ടാൽ മതി. വിടാൻ പറ്റില്ല. കാര്യം അങ്ങനെ ഒരു സംഭവം ഇല്ല. അത്രേ ഉള്ളൂ. ഹരി, ഇതിലൊരു കാര്യം, ഈ പട്ടിക ഗുണഭോക്താക്കൾ ആര് എന്നുള്ള പട്ടിക ഇതിനോടകം തന്നെ എത്രയോ നേരത്തെ വിടേണ്ടതായിരുന്നു. പ്രത്യേകിച്ച് ഈ പ്രഖ്യാപനം വരുമ്പോഴെങ്കിലും ഈ 50 പേർക്കാണ് എന്ന് പറയാമായിരുന്നു. അത് ഇതുവരെയും കോൺഗ്രസ് വെളിപ്പെടുത്തിയിട്ടില്ല. അങ്ങനെ അവരെ ഇങ്ങനെ കാണാമറയത്ത് നിർത്തുന്നതിൻ്റെ കാര്യം എന്താണ്? ഒന്ന്, ഞാൻ മനസ്സിലാക്കുന്നൊരു കാര്യം, താങ്കൾക്കടക്കം ഈ ചർച്ചയിൽ ആർക്കും ക്ലിയർ ചെയ്യാം. അതായത് ഈ പട്ടിക തയ്യാറാക്കുന്ന ഘട്ടത്തിൽ സർക്കാരിൻ്റെ മോഡൽ ടൗൺഷിപ്പിലെ വീട് വേണ്ട എന്ന നിലപാടെടുത്ത മനുഷ്യർ ആ ലിസ്റ്റിൽ നിന്ന് മാറുകയും അവർക്ക് പകരം
പണം നൽകുകയും ചെയ്യുന്ന ഒരു സ്കീമും ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ സർക്കാരിൽ നിന്ന് പണം വാങ്ങി ഈ വീട് വേണ്ട എന്ന് പറഞ്ഞ് സർക്കാരിൻ്റെ പണം അഡ്വാൻസായി വാങ്ങി എടുത്ത് മാറിയ മനുഷ്യരുണ്ട്. അങ്ങനെയുള്ള ആളുകളാണോ നിങ്ങളുടെ പട്ടികയിൽ വന്നിട്ടുള്ളത്? കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ചർച്ചകളിൽ വന്നു, നിങ്ങളെ പ്രതീക്ഷിച്ച് കോൺഗ്രസ്സുകാരായിട്ടുള്ള അല്ലെങ്കിൽ കോൺഗ്രസ്സിൽ വിശ്വസിക്കുന്ന, ലീഗിൽ വിശ്വസിക്കുന്ന ആളുകൾ മുമ്പ് പറഞ്ഞതുപോലെ ഈ എൽസൺ എസ്റ്റേറ്റിലെ വീടൊക്കെ കാണുമ്പോൾ അവിടെ ഒരു വീട് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന വിധത്തിൽ ഈ വീട് വേണ്ട എന്ന് എഴുതി കൊടുത്ത് പണം വാങ്ങിപ്പോയ ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകൾ ഗുണഭോക്തൃ പട്ടികയിൽ വന്നാൽ ഒരു തരത്തിലും അവരെ സർക്കാർ കൈയൊഴിഞ്ഞു എന്ന് ഒരിക്കലും കോൺഗ്രസ്സിന് പറയാൻ കഴിയില്ല. അങ്ങനെയുള്ള ആളുകളാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഹരിക്കത് ക്ലിയർ ചെയ്യാം. രണ്ടാമത്തെ കാര്യം, വി ഡി സതീശന് ഈ നിരന്തരം ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു ഈ സ്ഥലം സർക്കാർ നൽകാം എന്ന് പറഞ്ഞു. അത് ശ്രീ അനിൽകുമാർ ചർച്ച ചെയ്തു. അദ്ദേഹം ചോദിച്ചു എങ്ങനെയാണത്, അത് ചലഞ്ച് ചെയ്തു. അത് വിശദമാക്കാൻ കോൺഗ്രസിന് ഉത്തരവാദിത്വമുണ്ട്. അങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ തന്നെ അത് നിയമവിരുദ്ധമായി ഈ പദ്ധതി ആകെ അട്ടിമറിക്കുമായിരുന്നു എന്നൊരവസ്ഥ കൂടി വരുമായിരുന്നു. ഞാൻ ഒരു ഉദാഹരണം കൂടി ശ്രീഹരി പറയാം. 2024 ഓഗസ്റ്റ് 6 വാർത്താ സമ്മേളനത്തിലാണ് ഒരു ഗ്ലോബലി ശ്രദ്ധിക്കപ്പെടുന്ന, ആഗോളതലത്തിൽ ശ്രദ്ധിക്കുന്ന ഒരു നവീന ടൗൺഷിപ്പ് എന്ന് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. അതിനുശേഷം നോക്കൂ, ഏതാണ്ട് 7 മാസക്കാലത്തോളം ആ ഭൂമി ഏറ്റെടുക്കാൻ വേണ്ടിയുള്ള നടപടികളുമായി മുന്നോട്ട് പോകേണ്ടി വന്നു. സുപ്രീം കോടതിയിൽ അടക്കം പോകേണ്ടി വന്നു. എന്നിട്ട് 2025 ഏപ്രിൽ വിഷുവിൻ്റെ തലേന്നാണ് എല്ലാം ക്ലിയർ ചെയ്ത് കിട്ടുന്നത്. ആ 25-ൽ അതിൻ്റെ ഓർമ്മ നാളിൽ ഒരു വീട് പൂർത്തിയാക്കി കാണിച്ചു. ഏപ്രിൽ കഴിഞ്ഞ 10-70 ദിവസം മാത്രമാണ് കിട്ടിയത്. കനത്ത മഴ നിൽക്കുന്ന കാലത്തും ഒരു മോഡൽ വീട് പൂർത്തീകരിച്ച് ഈ ദുരന്തബാധിതർക്ക് അതിൻ്റെ ഓർമ്മ ദിനത്തിൽ പുത്തുമലയിൽ പോയി മടങ്ങി വന്ന മനുഷ്യർ ആ വീടുകൾ കാണാൻ നമ്മൾ കണ്ടു. അത് കഴിഞ്ഞാണ് ഇപ്പോൾ ഈ മാർച്ച് ആകുമ്പോഴേക്ക് 175 വീടുകൾ തീർക്കുന്നത്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു രീതി. അപ്പോൾ കോൺഗ്രസ് പറയേണ്ട ചില ചോദ്യങ്ങളാണ് ശ്രീ അനിൽകുമാർ ഇവിടെ ചോദിച്ചത്. ലാലു പറഞ്ഞ പോലെ ഇത് നിങ്ങളിപ്പോൾ കല്ലിടുമെന്ന് പറയുന്നത് ഇലക്ഷൻ സ്റ്റണ്ട് അല്ലാതെ മറ്റെന്താണ്? നമുക്ക് ശരത്ത് ചോദിച്ച ചോദ്യങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് ആ ചോദ്യങ്ങൾ ഞാൻ തീർച്ചയായിട്ടും അഡ്രസ്സ് ചെയ്യാം, ഒരു സംശയമില്ല. ശ്രീ അനിൽകുമാർ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അദ്ദേഹം വലിയ ആരോപണമായിട്ട് പറഞ്ഞത്, ഞങ്ങൾ KPCC പ്രസിഡന്റ് പറഞ്ഞു പണം കൊടുക്കരുത്, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കൊടുക്കാൻ പാടില്ല, ഞങ്ങൾ പ്രത്യേകമായ പാർട്ടിക്ക് പ്രത്യേക സംവിധാനം. എന്തായിരുന്നു എൻ്റെ സാഹചര്യം എന്നുള്ളത് ശ്രീ അനിൽകുമാർ മറന്നുപോയത് കൊണ്ട് ഞാൻ അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കുകയാണ്. ഒന്ന്, 2018 മിസ്അപ്രോപ്രിയേഷൻ ഓഫ് ഫണ്ട്സ് ഇൻ CWRDM, നമുക്കറിയാവുന്ന പോലെ ചീഫ് മിനിസ്റ്റേഴ്സ് ഡിസാസ്റ്റർ ഫണ്ടിനകത്തുണ്ടായിട്ടുള്ള തെറ്റായിട്ടുള്ളത് ആർക്ക് കൊടുക്കണം എന്നുള്ളതിന് കൃത്യമായതുകൊണ്ട് അതിന് പകരം അതിനകത്തുള്ള പണം പല ആളുകൾക്കും, പ്രത്യേകിച്ച് CPM-മായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു MLA അടക്കം, MLA-യുടെ മരണം അടക്കം, അതിനുള്ള പല കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മുന്നോട്ട് ഞങ്ങൾക്കറിയാം. ശ്രീ ചെങ്ങന്നൂരിലെ MLA-യുടെ കടം തീർത്തതടക്കമുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഉള്ള കാര്യങ്ങൾ കേസ് വന്നു, ഹൈക്കോടതിയിൽ കേസുകളുണ്ടായി, അതിനെതിരെ വിമർശിച്ചിട്ടുള്ള ആളുകൾക്കെതിരായിട്ട് കേസെടുത്തു സർക്കാർ. ഇനി അതോടൊപ്പം തന്നെ നമുക്കറിയാം, അതുമായി ബന്ധപ്പെട്ട് 2024 ദുരന്തമുണ്ടായപ്പോൾ, 2018 ഈ ഇഷ്യൂ ഉണ്ടാകുന്നത്, 2024 ഈ വയനാട് ദുരന്തമുണ്ടായപ്പോൾ അന്ന് IAS ഉദ്യോഗസ്ഥന്മാരടക്കം, കേരളത്തിലെ IAS ഉദ്യോഗസ്ഥന്മാരടക്കം പറഞ്ഞു ഞങ്ങളുടെ സാലറിയിൽ നിന്ന് പൈസ കട്ട് ചെയ്യാൻ പാടില്ല. കാരണം എന്താണ്? ഇത്തരത്തിൽ കൊടുക്കുന്ന പണം കൃത്യമായി ജനങ്ങളിലേക്ക് എത്തുന്നില്ല, അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ അത് എന്തിനാണോ ചിലവാക്കേണ്ടത് അതിലേക്ക് ഉണ്ടാകാൻ പാടില്ല എന്നുള്ള ഇഷ്യൂ 2018 മുതൽ. ചില MLA-മാരും കൊടുത്തത് എന്തിനാണ്? അല്ല പറയും കേൾക്കും, അത് എനിക്കറിയില്ല ആരാണ് കൊടുത്തത്. അല്ല, അത് കൊടുക്കുന്നുണ്ട്, സ്വാഭാവികമായിട്ട് കൊടുക്കുമല്ലോ. അത് വ്യക്തിപരമായി നിങ്ങൾ കൊടുക്കാം, വ്യക്തിപരമായി നിങ്ങൾ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. രാഷ്ട്രീയപരമായി അല്ല, ഞാൻ പറയട്ടെ, ഉദാഹരണത്തിന് അങ്ങനെയാണെങ്കിൽ കോൺഗ്രസിന്റെ ആപ്പിലൂടെ ഈ നേരം വരെ കിട്ടിയ പണം എത്രയാണെന്ന് ഞാൻ പറഞ്ഞോട്ടെ. CMDRF-ൽ നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് പണം കൊടുക്കുന്നു, K. സുധാകരന് വിശ്വാസമില്ല, അതിൽ തന്നെ പൊരുത്തക്കേട്. അങ്ങനെയാണെങ്കിൽ കോൺഗ്രസ് ആപ്പിൽ പിരിച്ചത് എത്ര? പറയുന്നു നോക്കൂ, ഇതിനകത്ത് ഞാനത് കംപ്ലീറ്റ് ചെയ്യട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന കാര്യമാണല്ലോ. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് അങ്ങനെ ഒരു ഇഷ്യൂ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് കോൺഗ്രസ് പാർട്ടി നിശ്ചയിച്ചിട്ടുള്ളത്. അങ്ങനെ ഒരു മിസ്അപ്രോപ്രിയേഷൻ നടക്കുന്ന ഒരു സാഹചര്യത്തിൽ, ഇത് ജനങ്ങളിലേക്ക് കൃത്യമായിട്ട് എത്താത്തൊരു സാഹചര്യത്തിൽ ഞങ്ങൾ ഞങ്ങളുടെ രീതിയിൽ സഹായിക്കും. അതിനെന്താ കുഴപ്പമുള്ളത്? അത് കോൺഗ്രസ് പാർട്ടി എന്ന നിലയിൽ പാർട്ടിക്ക് ആളുകളെ സഹായിക്കാൻ, വയനാടുള്ള ആളുകൾ എത്ര പിരിച്ചു എന്നുള്ളത് ഞാൻ ചോദിക്കട്ടെ. ശ്രീ അനിൽകുമാർ ആ ചോദ്യം എന്നോട് ചോദിച്ചല്ലോ, എത്ര പിരിച്ചു എന്നുള്ളത്. നിങ്ങൾ ഈ പിരിച്ച കാര്യങ്ങളുടെ കണക്ക് ആദ്യം എവിടെയൊക്കെ പറഞ്ഞിട്ടുണ്ട്? ഞങ്ങൾക്കത് പറയേണ്ട സമയത്ത് ഞങ്ങൾ ജനങ്ങളോട് പറയും. ഞങ്ങൾ പറഞ്ഞല്ലോ, CMDRF എന്ന് പറയുന്ന സംവിധാനം വേറെ. ഞാൻ പറയട്ടെ, അത് പറയേണ്ട കാര്യമില്ല. ഞാൻ പറയുന്നത് CPM പിരിച്ചതിന്റെ കണക്കുകൾ പറയട്ടെ. ഒരുപാട് തുക CPM പലയിടത്തായിട്ട് പിരിച്ചിട്ടുണ്ട്. അതിന്റെ
തുകകൾ പറയട്ടെ. ഞാൻ CMDR കണക്കല്ല പറയുന്നത്. അതെല്ലാം ഓൺലൈനിൽ വളരെ കൃത്യമായിട്ട് കിട്ടും. അതെല്ലാം പിരിവെന്നാണ് പറഞ്ഞത്. അല്ല, ഞാൻ അതെല്ലാം ഞാൻ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയട്ടെ ശരത്തെ. ലെറ്റ് മീ കംപ്ലീറ്റ്. ശരി, അവിടെ ചോദ്യമുണ്ട്. അവിടെ ചോദ്യം, കോൺഗ്രസ് ജനങ്ങളെ വിശ്വസിപ്പിച്ചത് നിങ്ങൾ തരുന്ന പണത്തെ സംബന്ധിച്ച് വളരെ ട്രാൻസ്പെറന്റ് ആയി കോൺഗ്രസിന്റെ ആപ്പിലൂടെ മനസ്സിലാക്കാം. അങ്ങനെയാണെങ്കിൽ ഈ നേരം വരെ പിരിച്ചത് അല്ല, അത് ആപ്പിൽ നോക്കിയാൽ പോരെ. പറഞ്ഞു തരേണ്ടത് നിങ്ങളല്ലേ? അല്ല, ഞാൻ പറയട്ടെ, ആ ആപ്പിൽ ശ്രീ ശരത്തെ, ഇത് ഈ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. അതിനൊരു ശരത്ത് ഡൗൺലോഡ് ചെയ്താൽ ശരത്താണോ നോക്കുന്നത്? ശരത്ത് റെസ്ട്രിക്ഷൻ ഇല്ല. അതുകൊണ്ടാണ് ചോദിച്ചേ. അപ്പൊ വളരെ ഓപ്പൺ പോയി. പോയാൽ ഒരു ചുക്കും കിട്ടില്ല. അതെന്താണ് അങ്ങനെ പറയുന്നത്? ടോട്ടൽ എത്ര വലിയ വാർത്ത വന്നു. ഹരി എനിക്ക് തോന്നുന്നു ഡൽഹിയിലായിരുന്നു തോന്നുന്നു. കേരളത്തിലെ മാധ്യമങ്ങളിൽ വലിയ വാർത്തയായിരുന്നു. ഞങ്ങൾ പിരിച്ചിട്ടുണ്ടെങ്കിൽ കോൺഗ്രസ് എത്ര പിരിച്ചു? കോൺഗ്രസ് എത്ര പിരിച്ചു? ഞങ്ങൾ പറയുമല്ലോ. ഞങ്ങൾക്ക് അനിൽകുമാറിനോടോ അല്ലെങ്കിൽ ഇവിടുത്തെ വേറെ ആളുകളോടോ ഒന്നും പറഞ്ഞ അതിന്റെ ബാധ്യത ഞങ്ങൾക്ക് ജനങ്ങളോട് പറയാനുള്ള ചോദിക്കുമ്പോൾ തന്നെ പറയണം. ഞാൻ പറഞ്ഞു, മനസ്സിലായല്ലോ. അതിനർത്ഥം കണക്കില്ല. ആര് പറഞ്ഞു? ഹരിക്ക് തന്നെ കണക്കില്ലാത്തത് ആഗോള അയ്യപ്പ സംഗമത്തിന് കണക്കുണ്ടാവില്ല, അല്ലെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾക്കൊന്നും കണക്കുണ്ടാവില്ല. ഞങ്ങൾക്ക് കണക്കുണ്ട് കൃത്യമായിട്ട്. അതുകൊണ്ട് പറയണ്ട. ഞങ്ങളിത് ജനങ്ങളോട് ബോധ്യപ്പെടുത്താൻ ഞങ്ങൾക്ക് ഉത്തരവാദിത്വം. ഞങ്ങളൊരു ഈ രാജ്യത്ത് പ്രവർത്തിക്കുന്ന അംഗീകൃത രാഷ്ട്രീയ പാർട്ടിയാണ്. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾ ചോദിക്കുമ്പോൾ കൃത്യമായിട്ട് പറയും. ശ്രീ അനിൽകുമാർ ചോദിക്കുമ്പോൾ പറയേണ്ട ബാധ്യത ഞങ്ങളില്ല. ഇനി രണ്ടാമത്തെ കാര്യം, നമ്മൾ തമ്മിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്ന ആളുകൾ രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, 50 പേരുടെ കാര്യം പറഞ്ഞല്ലോ. ഈ 50 പേരുടെ കാര്യം പറഞ്ഞല്ലോ. 50 പേരുടെ ലിസ്റ്റ് ഞങ്ങൾക്ക് പുറത്തു വേണ്ടി വരും. അല്ല, വെറുതെ ഇത് ആരും അറിയിക്കാതെ കൊടുക്കാൻ പറ്റുമോ? ഞങ്ങൾ അറിയിക്കുമല്ലോ. ഞങ്ങളത് അറിയിക്കും. ഇനി തീർന്നില്ല, ഒരു കാര്യം കൂടെ കേട്ടോളൂ. 40 പേർക്ക് ഈ ദിവസം 5 ലക്ഷം രൂപ, അതായത് വീട് കൊടുക്കാൻ പറ്റാത്ത, അല്ലെങ്കിൽ നിങ്ങൾക്കറിയാമല്ലോ, വീട് മാത്രമേ കൊടുക്കുന്നുള്ളൂ സർക്കാർ. ഇനി വീട് മാത്രം കൊടുക്കാൻ ഒരുപാട് കച്ചവടക്കാരുണ്ട്. പറയട്ടെ, ഒരുപാട് കച്ചവടക്കാരുണ്ട്. ആ കച്ചവടക്കാരായിട്ടുള്ള ആളുകൾക്ക് അവിടെ അവരുടെ കടകൾ തുറന്ന് പ്രവർത്തിപ്പിക്കാനുള്ള സൗകര്യം സംവിധാനവും ഇല്ല. ശ്രീമതി പ്രിയങ്ക ഗാന്ധിയുടെ പ്രത്യേക ഫണ്ടിൽ നിന്ന് 5 ലക്ഷം രൂപ 40 പേർക്ക് നമ്മളിവിടെ കൊടുക്കുന്നുണ്ട് 26-ാം തീയതി. നിങ്ങളത് മനസ്സിലാക്കണം. ഇത് വെറുതെ പറയുന്നതല്ല എന്ന് ഞാൻ. അപ്പോൾ 26-ാം തീയതി ഈ വീടുകൾ തുടക്കം കുറിക്കുന്നതോടൊപ്പം തന്നെ ഇതിന് നമ്മൾ ഫൗണ്ടേഷൻ സ്റ്റോൺ ലേ ചെയ്യുന്നതോടൊപ്പം തന്നെ ഇത് പറയുന്ന പോലുള്ള 10-40ഓളം വരുന്ന സാധാരണക്കാരായിട്ടുള്ള കച്ചവടക്കാർക്ക്, അവരുടെ തൊഴിൽ നഷ്ടപ്പെട്ടു, അങ്ങനെയുള്ള കച്ചവടക്കാർക്ക് 5 ലക്ഷം രൂപ വെച്ച് നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഞങ്ങൾക്കൊരു പ്രതിബദ്ധതയുണ്ട്. ഇനി അത് മാത്രമല്ല ശരത്തെ, തീർന്നിട്ടില്ല. നിങ്ങൾ ചോദിച്ചതിന് മുഴുവൻ ഞാൻ ശരത്ത് ചോദിച്ചതിന് ഉത്തരം പറഞ്ഞില്ലല്ലോ. ഇപ്പോൾ ബാക്കി ഞാൻ ശ്രീ അനിൽകുമാറിനോട് ഉള്ള മറുപടിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ഈ ഒരു സാഹചര്യത്തിൽ നിന്ന് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വയനാട്ടിൽ ജനങ്ങൾക്ക് എന്ത് ലഭിച്ചാലും നല്ലത് എന്ന് വിശ്വസിക്കുന്ന ആളാണ്. ഇനി ഈ ഇപ്പോൾ കൊടുക്കാൻ പോകുന്ന 410 വീടുകളിൽ ആദ്യഘട്ടത്തിൽ 300 വീടുകൾ നിങ്ങൾ കൊടുക്കുമ്പോൾ, നിങ്ങൾ കൊടുക്കുന്ന വീട്, സർക്കാർ കൊടുക്കുന്ന വീടിനെ കുറച്ച് കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതിലൊരു പടി എല്ലാ കാര്യവും കൂടുതലായിട്ടാണ് ചെയ്തിരിക്കുന്നത്. 7 സെൻറ്റ് സ്ഥലമാണ് സർക്കാർ കൊടുക്കുന്നത്, 8 സെൻറ്റ് സ്ഥലമാണ് ഞങ്ങൾ കൊടുക്കുന്നത്. അതാണല്ലോ ഞാൻ പറഞ്ഞത്. കൽപ്പറ്റ ടൗണിൽ 7 സെന്റിന്റെ വിലയും ഈ ദുരന്ത ബാധിത മേഖലയായ ചൂരൽമലക്കടുത്ത് കൽപ്പറ്റ ടൗണിൽ നടന്നു പോയി കാണാവുന്നിടത്താണ്. ഞാൻ പോയി കണ്ട ആളാണ്, അതുകൊണ്ടാണ് പറഞ്ഞത്. അത് കുഴപ്പമില്ലെന്നേ. അത് കേരളത്തിലെ ജനങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്. കേരള സർക്കാർ കൊടുക്കുന്നതാണ്. ഒരു ദുരന്തമുഖത്ത് പോയ അതിനടുത്ത് എവിടെങ്കിലും കൊണ്ട് കുറച്ച് സ്ഥലം മേടിച്ച് അവിടെ കൊണ്ട് തള്ളുകയല്ല ചെയ്യേണ്ടത്. അവരെ കൽപ്പറ്റയിലേക്ക് കൊണ്ടുവന്ന് അവർക്ക് ശരിയായ പുനരധിവാസം ചെയ്യേണ്ട ഒരു സർക്കാരിന്റെ ഉത്തരവാദിത്തം. അതിൽ വീഴ്ച വരുത്തിയാൽ നമ്മൾ ഒരു വിട്ടുവീഴ്ചയില്ലാതെ എതിർക്കണം ആഗ്രഹിക്കുന്നില്ല. ഞങ്ങൾ ചെയ്യുന്നത് കേരളത്തിലെ ഈ സൗകര്യങ്ങളൊന്നും കിട്ടാത്ത ആളുകൾ, മറികടക്കാൻ കഴിയില്ല. ഈ സൗകര്യങ്ങളൊന്നും കിട്ടാത്ത ആളുകൾക്ക് 1100 സ്ക്വയർ ഫീറ്റ് 3 ബെഡ്റൂമാണ് കൊടുക്കുന്നത്. 3 ബെഡ്റൂം. ഇനി ഒരു കാര്യം കൂടെ പറയാം. ഈ കൊടുക്കുന്ന ആളുകൾക്ക് സർക്കാർ 15 വർഷത്തിന് ശേഷമാണ് അവർക്ക് അതിനുള്ള ഉടമസ്ഥാവകാശം കൊടുക്കാൻ പോകുന്നത്. ഇല്ലേ? 15 വർഷത്തിന് ശേഷം ഉടമസ്ഥാവകാശം ഇല്ല. ഞങ്ങൾ കൊടുക്കുന്ന വീടുകൾക്ക് താക്കോല് കൊടുക്കുന്നതിനോടൊപ്പം തന്നെ അവർക്ക് അതിനുള്ള ഉടമസ്ഥാവകാശമുള്ള എല്ലാ ഡീഡും കൂടെ ചേർത്തിട്ടാണ് കൊടുക്കുന്നത് ഈ 50 പേർക്ക്. ആ ഒരു വ്യത്യാസം കൂടെ ഉണ്ട്. അതൊക്കെ ജനങ്ങൾ അറിയണം. 15 വർഷത്തിന് ശേഷം നിങ്ങൾ കൊടുക്കുന്ന ഈ സ്ഥലത്ത്, ഈ സർക്കാർ കൊടുക്കുന്ന സ്ഥലത്ത് അവർക്ക് ഒരു ഉടമസ്ഥ അവകാശം ഉണ്ടാകാൻ പോകുന്നത്.
അതാണ് നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം. ഈ ഇങ്ങനെ പല കാര്യങ്ങളുണ്ട്. താരതമ്യങ്ങൾ നടക്കട്ടെ. സുനിൽകുമാർ കേട്ടല്ലോ, ഞാൻ ഏതെങ്കിലും തരത്തിൽ അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല. താങ്കൾക്ക് മറുപടിയായി പറയാം. CMDRF-നെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു, അവരുടെ പ്രോജക്റ്റിൻ്റെ മികവിനെ കുറിച്ച് പറഞ്ഞു. അപ്പോഴും സർക്കാരുമായി താരതമ്യം ചെയ്യുമ്പോൾ തങ്ങൾക്ക് എന്തൊക്കെയോ ചില മികവുകളുണ്ട് എന്നാണ് GV ഹരി വിശ്വസിക്കുന്നത്, അല്ലെങ്കിൽ പറയാൻ ശ്രമിക്കുന്നത്. കോൺഗ്രസ് ആപ്പിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടുമില്ല. പറയാം താങ്കൾക്ക്. അല്ല, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഇങ്ങനെ ജനങ്ങൾ സംഭാവന ചെയ്യുന്ന പണം മാത്രമല്ല, ബഡ്ജറ്റ് ധനസഹായമുണ്ട്. കേരളത്തിലെ LDF സർക്കാരിൻ്റെ എല്ലാ വർഷത്തെ ബഡ്ജറ്റിലും ദുരിതാശ്വാസ നിധിക്കൊരു പണം കൊടുക്കും. എന്നിട്ട് ഒരു ഓൺലൈൻ സംവിധാനം ഉണ്ടാക്കിയിരിക്കുകയാണ്. നിങ്ങൾക്ക് ആ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലെ ഈ 9.5 കൊല്ലത്തെ വരവും ചെലവും നിങ്ങൾക്ക് വേണം ഇപ്പോൾ കിട്ടും, സൈറ്റിൽ കൂടെ കിട്ടും. അതിലൊരു ദുർവിനിയോഗം നടക്കത്തില്ല. ഉഴവൂർ വിജയൻ്റെ കുടുംബത്തെ സഹായിക്കുക, രാമചന്ദ്രൻ നായരുടെ കുടുംബത്തെ സഹായിക്കുക എന്നത് ഗവൺമെൻറ് മന്ത്രിസഭാ യോഗം എടുത്ത തീരുമാനമാണ്. ആ തീരുമാനത്തിന് അംഗീകാരം കിട്ടുകയാണ് നിയമപരമായി ചെയ്തത്. ഒരു കോടതിയിലും തെറ്റായൊരു കാര്യം സർക്കാർ ചെയ്തതായിട്ട് ഒരു വിവരവും ഞങ്ങൾക്കില്ല. പിന്നെ അന്തരിച്ച ബഹുമാനപ്പെട്ട CH മുഹമ്മദ് മകന് കേരള സർക്കാർ വിദ്യാഭ്യാസത്തിൽ കൊടുക്കുമ്പോൾ വിവേചനപരമാണ് എന്ന അഭിപ്രായം CPM-നില്ല. അങ്ങനെ കാണണ്ട, ഒരു പുതിയ കാര്യമല്ല. അപ്പോൾ നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ നേതാക്കന്മാർ അവരെ സംബന്ധിച്ച് ചിലപ്പോൾ ചില പ്രത്യേക പരിഗണനകൾ പെട്ടെന്ന് അന്തരിക്കുമ്പോൾ വരും. അതിനെ വെച്ചിട്ട് വയനാട് വെച്ച് വില പറയാൻ പോയി ഇത്തിരി കടുപ്പപ്പെട്ടു പോയി. നമ്മുടെ ചരിത്രത്തിൽ ഓർമ്മയിലുണ്ടോ? പിന്നെ നമ്മൾ കണ്ടല്ലോ ഈ ഓക്കി ദുരന്തം പോലെ തന്നെ സുനാമി ദുരന്തം. CPM വീട് വെച്ച് കൊടുത്തിട്ടുണ്ട് അവിടെ. എവിടെ? കരുനാഗപ്പള്ളിയിൽ. നിങ്ങൾ കണ്ടിട്ടുണ്ടോ വീട്? ഞങ്ങൾ ഇവിടെ വീട് വെക്കാൻ തുനിയാത്തതിന് കാരണം എന്താണ്? എല്ലാവരും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക്, എല്ലാവരും ദുരിതാശ്വാസ നിധിയിലേക്ക്. എൻ്റെ ചോദ്യത്തിന് ഇതുവരെ ഉത്തരം കിട്ടിയില്ല. അതെ, എൻ്റെ ഒരു ചോദ്യത്തിന് ഉത്തരം കിട്ടിയില്ല. ഏത് നിയമപ്രകാരം കേരള സർക്കാരിന് കോൺഗ്രസ് പാർട്ടിക്ക് സ്ഥലം തരാൻ പറ്റും? എൻ്റെ ചോദ്യത്തിന് ഇതുവരെ ഉത്തരം കിട്ടിയിട്ടില്ല. സർക്കാർ സ്ഥലം തരാമെന്ന് ആരോട് എപ്പോൾ എവിടെ വെച്ച് പറഞ്ഞു? VD സതീശൻ 2 നുണയാണ് പറഞ്ഞത്. VD സതീശനോട് വ്യക്തമായി പറയാൻ ആഗ്രഹിക്കുന്നു, മുഖ്യമന്ത്രി പിണറായി വിജയനോ ഗവൺമെൻറ്റിനോ അങ്ങനെ കൊടുക്കാൻ അധികാരമില്ല എന്നാണ് എൻ്റെ വാദം. ഇതിന് മറുപടി ഉണ്ടോ? ആ മറുപടി ബഹുമാനപ്പെട്ട GV ഹരി പറഞ്ഞാൽ ഞാനിപ്പം ഉണ്ടായിരിക്കാം. ബാക്കി എല്ലാ കാര്യവും അവിടെ നിൽക്കട്ടെ. ഇതൊന്ന് മറുപടി പറ, എങ്ങനെ ചെയ്യാൻ പറ്റും? ഇല്ല, സൈലന്റ് ആണ് അദ്ദേഹം. അല്ല സൈലന്റ് ഒന്നുമില്ല, അദ്ദേഹം ചോദിച്ചോട്ടെ, ഞാൻ പറയാം. എൻ്റെ വരുമ്പോൾ ഞാൻ പറഞ്ഞോളൂ. ശരി, ആ ചോദ്യത്തിൽ അദ്ദേഹം നിൽക്കുക. മറുപടി പറഞ്ഞോളൂ. അദ്ദേഹം അതിൽ ചോദ്യം ഞാൻ നിർത്തി. അദ്ദേഹം പറയട്ടെ. പ്രധാനപ്പെട്ട ചോദ്യത്തിൽ അല്ല, ഇതിനകത്ത് ഇത്ര കാര്യം ഞാൻ പറയില്ലേ. ശ്രീ പ്രതിപക്ഷ നേതാവ് അത്തരത്തിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അത് കൃത്യമായിട്ട് അദ്ദേഹത്തിന്റെ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അതിനുള്ള തീർച്ചയായിട്ടും അത് നിങ്ങൾ രാഷ്ട്രീയപരമായി ചോദിച്ചൊരു ചോദ്യമാണെങ്കിൽ അദ്ദേഹം അതിന് മറുപടി പറയും. ശ്രീ അദ്ദേഹം അതിന് മറുപടി പറയും, ഒരു സംശയം വേണ്ട. അത് നിങ്ങൾക്കുള്ള മറുപടി പറയൂ. ഞാൻ പറയട്ടെ. ഇതിനകത്ത് നിങ്ങളോടുള്ള ചോദ്യം ആരാണ് ആവശ്യപ്പെട്ടത്? അല്ല, ഞാൻ ചോദിക്കട്ടെ, അതാണ് ഞാൻ പറയുന്നത്. എനിക്കറിയില്ല അത് ആരാണ് ആവശ്യപ്പെട്ടതെന്ന് എനിക്കറിയില്ല. അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ ഞാനും അൽകുമാറും ഈ ചർച്ചയിൽ ഇരിക്കുമ്പോൾ ആരാണ് ആവശ്യപ്പെട്ടത്? ആരാണ് സ്ഥലം തരാമെന്ന് പറഞ്ഞു? അതാണ് ഞാൻ പറഞ്ഞത്. അത്തരത്തിലുള്ള സംസാരങ്ങൾ പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രിയും തമ്മിൽ നടത്തിയിട്ടുണ്ടാവണം. ആ അടിസ്ഥാനത്തിൽ അത്തരത്തിലൊരു ആ ഒരു ഉത്തരത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം അദ്ദേഹം അങ്ങനെ ഒരു കാര്യം പറഞ്ഞത്. അതെ, അത്രേ ഉള്ളൂ. ഞാൻ അല്ലാതെ പിന്നെ അദ്ദേഹത്തോട് വ്യക്തിപരമായി പറഞ്ഞിട്ടുള്ളൂ, അല്ലെങ്കിൽ എന്താണ് തമ്മിൽ അങ്ങനെ വ്യക്തിപരമായി മുഖ്യമന്ത്രി ഇക്കാര്യങ്ങളിൽ പ്രതിപക്ഷ നേതാവിനോട് GV ഹരി അനുമാനിക്കുന്നത് അങ്ങനെയാണ് പറഞ്ഞിട്ടുണ്ടാകാം. സുനിൽകുമാർ, അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അങ്ങനെ അദ്ദേഹം പറഞ്ഞു തരാമെന്ന് പറഞ്ഞു. പക്ഷേ പ്രതിപക്ഷ നേതാവ് അങ്ങനെ പറഞ്ഞിട്ടില്ല, നമ്മളാരും കേട്ടിട്ടില്ല. അല്ല, അപ്പോ അടുത്ത ചോദ്യം ഇതാണ്. അനിൽകുമാറിന്റെ മറുപടി വേണം. അടുത്ത ചോദ്യം എങ്ങനെയാണ്? എന്ത് വിലയ്ക്ക് സ്ഥലം തരാൻ പറ്റും? ആര് വില തീരുമാനിക്കും? അങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് സർക്കാർ സ്ഥലം തന്നാൽ ആ സ്ഥലം ഏറ്റെടുപ്പ് ആകെ റദ്ദായി പോകത്തില്ലേ? അല്ല, രാഷ്ട്രീയ പാർട്ടികൾക്ക് സ്ഥലം കൊടുത്തിട്ടില്ലേ? ഞാൻ ചോദിക്കട്ടെ, രാഷ്ട്രീയ പാർട്ടികൾക്ക് സർക്കാർ സ്ഥലം കൊടുത്തിട്ടില്ലേ? ഈ കാര്യം അത് പറയൂ. രാഷ്ട്രീയ പാർട്ടികൾക്ക് സ്ഥലം കൊടുക്കാൻ പറ്റില്ലെന്ന് പറയരുത്. AKG സെന്റർ കൊടുത്തിട്ടുണ്ട്. തിരുവനന്തപുരത്ത് K കരുണാകരൻ സ്മാരക സ്ഥലം കൊടുത്തിട്ടുണ്ട്. അങ്ങനെ രാഷ്ട്രീയ പാർട്ടികൾക്ക് സ്ഥലം കൊടുത്തിട്ടുണ്ട്, കൊടുക്കുക. ഇതിലുള്ള വ്യത്യാസം എന്താണ് ശ്രീ അനിൽകുമാർ? അത് ഇഷ്ടം പോലെ കൊടുത്തിട്ടുണ്ട്. ആ വ്യത്യാസം എന്താണെന്ന് കൂടി ശ്രീ അനിൽകുമാർ പറയും. ഇത് ദുരന്ത നിവാരണ നിയമം അനുസരിച്ച് ഏറ്റെടുത്ത സ്ഥലമാണ്.
ദുരന്ത നിവാരണ നിയമം അനുസരിച്ച് എൽസൺ എസ്റ്റേറ്റ് ഏറ്റെടുത്തു. അതിനെതിരെ ഉടമകൾ കോടതിയിൽ പോയി. ദുരന്ത നിവാരണ നിയമം ആയതുകൊണ്ടാണ് ഇത് നടപ്പായത്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടീഷൻ അവിടെ വീട് നഷ്ടപ്പെട്ടവർക്കേ അത് കൊടുക്കാനാവൂ. കോൺഗ്രസിന് പണം കൊടുക്കാനാവില്ല, കോൺഗ്രസിന് സ്ഥലം കൊടുക്കാനാവില്ല. ഇത് യാഥാർത്ഥ്യമാണ്. നിങ്ങൾ പറയൂ, ഞാൻ പ്രതിപക്ഷ നേതാവ് നുണയനാണ് എന്ന് നാട്ടുകാരെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ അല്ല എന്ന് ജി.വി. ഹരി പറയുന്നത് കേൾക്കാൻ ആഗ്രഹിച്ച് ചോദിക്കുകയാണ്. അല്ല, അങ്ങനെ അല്ല എന്നുള്ള കാര്യത്തിൽ സംശയം നിങ്ങൾക്ക് വേണ്ട. ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഞാനൊരു കാര്യം പറയട്ടെ. അങ്ങിപ്പോ പറഞ്ഞ അദ്ദേഹം നുണയനാണെന്ന് പറഞ്ഞു 100% തെറ്റാണെന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. അതിന്റെ കാരണം കൂടെ പറയാം. കേരളത്തിൽ അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുള്ള ഞാൻ പറഞ്ഞില്ല. അല്ല അദ്ദേഹം അങ്ങിപ്പോ പറഞ്ഞതിനുള്ള മറുപടിയാണ് ഞാൻ പറയുന്നത്. അങ്ങിപ്പം പറഞ്ഞതിനുള്ള മറുപടിയാണ് പറയുന്നത്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 10 വർഷക്കാലം അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ശരിയാണെന്ന് തെളിയിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ. അങ്ങനെയാണെങ്കിൽ ഹരി ഈ കേസിൽ അത് ചെയ്യാൻ ഈ കേസിന്റെ കാര്യമാണ് എനിക്കുള്ള പരിമിതിയാണ് ഞാൻ പറഞ്ഞത്. എനിക്കത് പറയാനുള്ള പരിമിതിയാണ് ഞാൻ പറഞ്ഞത്. അതാണ് ഞാൻ പറഞ്ഞത്. അദ്ദേഹത്തിന്റെ ബോധ്യത്തിൽ വെറുതെ പറയുന്ന ആളല്ല. ഒന്ന് കേൾക്കൂ. പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്നത് നിങ്ങളുടെ ലീഡറാണ്. അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന ഒരു ആർഗ്യുമെന്റ്, കാഴ്ചപ്പാട് ചർച്ചകളിൽ വന്ന് നിങ്ങൾ അവതരിപ്പിക്കുന്നു. അതിനകത്തെ നിയമപരമായ പിശകുകളെ അപ്പുറത്തുനിന്ന് ചൂണ്ടിക്കാട്ടുമ്പോൾ പിന്നെ എങ്ങനെ അദ്ദേഹം അത് നിങ്ങൾ വെട്ടിലാകാണ്. എനിക്കറിയില്ല എന്ന് പറയാൻ കഴിയില്ല. പിന്നെ അനുമാനമാണ് താങ്കൾക്ക്. മുഖ്യമന്ത്രിയുമായി സംസാരിച്ചു കാണും. ഞാനൊരു കാര്യം കൂടി, എല്ലാ കാര്യത്തിലും അല്ല ഞാൻ അതുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് നുണ പറയുന്നു എന്ന ചോദ്യം വരുന്നത് അവിടെയാണ്. ഇപ്പൊ ഉദാഹരണത്തിന് ഈ കേസിൽ തന്നെ ഞാൻ പറയാം, കൃത്യമായ മറുപടി ഈ കേസിൽ നമുക്ക് മുമ്പിൽ ഒരു കേസ് വെച്ച് തന്നെ സംസാരിക്കാമല്ലോ, ഒരുപാട് പരത്തുണ്ടല്ലോ. ഈ കേസിൽ തന്നെ അവിടെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട് സർക്കാർ, രാഷ്ട്രീയ പാർട്ടികളുടെയും എല്ലാവരുടെയും യോഗം വിളിച്ചു. ലീഗ് പങ്കെടുത്തു, കോൺഗ്രസ് പ്രതിനിധി പങ്കെടുത്തു, പ്രതിപക്ഷ നേതാവ് അടക്കം അതിൽ പങ്കെടുത്തു. ആ യോഗത്തിൽ പണം വാഗ്ദാനം ചെയ്തവരുണ്ട്, സ്പോൺസേഴ്സ് ഉണ്ട്. അവിടെയാണ് സർക്കാർ ആദ്യം തന്നെ പറയുന്നത്, സർക്കാരിൻ്റെ കാഴ്ചപ്പാട് ഇതാണ്, ഒരു മോഡൽ ടൗൺഷിപ്പാണ്, അത് സർക്കാർ മേൽനോട്ടത്തിൽ വഹിക്കും, പണം സ്പോൺസർ ചെയ്തവരെല്ലാം, വാഗ്ദാനം ചെയ്തവർ സർക്കാരിനെ ഏൽപ്പിക്കണം. അങ്ങനെ പറഞ്ഞ് സർക്കാർ ഭൂമി കണ്ടെത്തി അവിടെ ഏറ്റവും മികച്ച മോഡൽ ടൗൺഷിപ്പ് പണിയും സർക്കാർ കാഴ്ചപ്പാട് മുന്നോട്ട് വെച്ചു. അങ്ങനെ ദുരന്ത നിവാരണ നിയമപ്രകാരം ഭൂമി ഏറ്റെടുത്ത ശ്രീ അനിൽകുമാർ പറഞ്ഞു. അപ്പോൾ ലീഗ്, ഞാൻ ഇപ്പോഴും ഓർക്കുന്ന ഒരു ചർച്ചയിൽ ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി സനോജാണ് പറഞ്ഞത്, ഡിവൈഎഫ്ഐ പ്രതിനിധി അവരും പങ്കെടുത്തിരുന്നു. ലീഗ് അന്ന് തന്നെ പറഞ്ഞു, ഞങ്ങളിതിനില്ല, ഞങ്ങൾ ഭൂമി കണ്ടെത്തി വേറെ വീട് വെച്ചു കൊടുക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ് അവർ ഈ പദ്ധതിയിൽ നിന്നും മാറി, സർക്കാരിൽ നിന്ന്. അന്ന് പങ്കെടുത്ത കോൺഗ്രസ് പോലും ഈ കാഴ്ചപ്പാടോ ഈ ബദലോ മുന്നോട്ട് വെക്കാതെ കേട്ടിരുന്ന് അതിനോട് ചേർന്നാണ് അവിടെ നിന്ന് പിരിഞ്ഞത്. അപ്പോൾ പിന്നെ താങ്കൾ പറഞ്ഞ ഈ മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവിൻ്റെ വ്യക്തിപരമായ കൂടിക്കാഴ്ചയിലാകുമെന്ന അനുമാനം പോലും നിൽക്കില്ല. സർക്കാരിൻ്റെ കാഴ്ചപ്പാട് അപ്പോൾ തന്നെ പറഞ്ഞു. കോൺഗ്രസ് നേതൃത്വം ഒരു തരത്തിലും അതിനോട് വിയോജിപ്പ് പറഞ്ഞില്ല. ലീഗാണ് പണം കണ്ടെത്തി ഞങ്ങൾ സ്ഥലം വാങ്ങി അവിടെ വെക്കാൻ പോകുന്നു എന്ന് പറഞ്ഞു, ആയിക്കോളൂ എന്ന് പറഞ്ഞ് അവരിതിൽ നിന്ന് മാറി. ഇതാണ് അതിൻ്റെ ശരിയായ യാഥാർത്ഥ്യം. ഞാനിവിടെ ലാൽകുമാറിലേക്ക് വരുമ്പോൾ, ഇവിടെ ശ്രീ ഹരി, ഇപ്പോൾ നമ്മളിപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ കാണുന്നുണ്ട്, ഇവിടെ എൽസ്റ്റൺ എസ്റ്റേറ്റിൽ ഈ മോഡൽ ടൗൺഷിപ്പ്, അതിലെ വീടുകൾ എത്ര മികവോടെ നന്നായി മുന്നോട്ട് പോകുന്നു. ഞാൻ മുമ്പ് പറഞ്ഞത് അടിവരയിട്ട് പറയുന്നു, അങ്ങനെ കൽപ്പറ്റ ടൗണിൽ നിന്നും മേപ്പാടിക്കും അപ്പുറം കഴിഞ്ഞിരുന്ന ആ മനുഷ്യരെ, ദുരന്തബാധിതരെ ഏറ്റവും സുരക്ഷിതമായ സ്ഥലത്ത് അവർക്ക് ഒന്നിച്ച് ജീവിക്കാൻ കഴിയും വിധത്തിലേക്ക് കൽപ്പറ്റ ടൗണിലേക്ക് കൊണ്ടുവരുന്നു. അവർക്ക് ലഭിക്കുന്ന ഭൂമിയുടെ മാർക്കറ്റ് വില അത്ര മികച്ചതാവുന്നു. ഞാൻ അതൊന്നും പറയാനല്ല വന്നത്, പക്ഷേ അതൊരു വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ഞാൻ പറഞ്ഞത്, ആ പ്രോജക്റ്റ് അത്ര നന്നായി മുന്നോട്ട് പോകുന്നല്ലോ എന്ന് ആളുകൾക്ക് മനസ്സിലാകുമ്പോൾ തന്നെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും മറ്റും ഇപ്പോൾ ലീഗ് പണിയുന്ന വീടുകളുടെ ചിത്രങ്ങളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ലൈൻ കെട്ടിടങ്ങൾ പോകുന്ന പോലെ ഇങ്ങനെ കുറേ കെട്ടിടങ്ങൾ, അത്ഭുതം തോന്നുകയാണ് സത്യത്തിൽ. ഇപ്പുറത്ത് നല്ല ഒരു പുനരധിവാസം നടക്കുമ്പോൾ ഇതൊരു വലിയ ചലഞ്ചാണ്. എന്തെങ്കിലും കെട്ടിവെച്ചാൽ പോരാ, അതൊരു പ്രധാനപ്പെട്ട പ്രശ്നം. കോൺഗ്രസ് നേരിടാൻ പോകുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇതിലൊരു വലിയൊരു അപ്രീസിയേഷൻ സർക്കാർ അർഹിക്കുന്നുണ്ട് ഈ മികവിന്. അങ്ങനെ ഒരു അപ്രീസിയേഷൻ സർക്കാർ അർഹിക്കുമ്പോൾ തന്നെ അതിനെ കേവലം ട്വിസ്റ്റ് കൊണ്ട്, അല്ലെങ്കിൽ വസ്തുതകൾക്കപ്പുറം ചില ട്വിസ്റ്റുകൾ സൃഷ്ടിച്ചാൽ പൊളിറ്റിക്കലി നിലനിൽക്കാൻ കഴിയുമോ? വേഗം അത് എക്സ്പോസ്ഡ് ആവില്ലേ? അത് വെളിപ്പെടില്ലേ? ആളുകൾക്ക് ബോധ്യപ്പെടില്ലേ? അത് അനുഭവിക്കുകയല്ലേ പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ? അദ്ദേഹം പറഞ്ഞു പോകുന്നു അതിൻ്റെ വസ്തുത മറ്റൊന്നാണ് എന്ന് ഉദാഹരണ സഹിതം, തെളിവ് സഹിതം ഇപ്പോൾ സോഷ്യൽ മീഡിയയും ചർച്ച ചെയ്യുന്നു. മുഖ്യധാരാ മാധ്യമങ്ങൾ ആ നിലയിൽ ചെയ്യാത്ത വിധം പിന്തുണയ്ക്കുന്നതുകൊണ്ട് പലപ്പോഴും കാണാനും കഴിയില്ല. പക്ഷേ സമൂഹ മാധ്യമങ്ങൾ വളരെ ശക്തമായിട്ടുണ്ട്. ശ്രീഹരി, നല്ല ചോദ്യമാണ് ശരത്ത്. ഞങ്ങൾക്ക് അത് തന്നെയാണ് പറയാനുള്ളത്. അതായത് ഇതെല്ലാം ജനങ്ങളുടെ മുമ്പിൽ എക്സ്പോസ് ചെയ്യപ്പെടും.
അപ്പോൾ നമുക്ക് രണ്ട് കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രമേ താരതമ്യപ്പെടുത്താൻ പറ്റുള്ളൂ. അപ്പം ഞങ്ങളുടെ കെട്ടിടങ്ങൾ വരട്ടെന്നേ, ഞങ്ങളുടെ കെട്ടിടങ്ങളും ലീഗിൻ്റെ കെട്ടിടങ്ങളും വരട്ടെ, എന്നിട്ട് ജനങ്ങൾ നേരിട്ടത് കണ്ടിട്ട് മനസ്സിലാക്കട്ടെ. 15 കൊല്ലത്തെ സമയമുണ്ടല്ലോ, ഈ 15 കൊല്ലത്തിനുള്ളിൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇത് നോക്കണം, ഇത് രണ്ടുപേരും തമ്മിൽ ഇത് താരതമ്യപ്പെടുത്തണം, ഈ കെട്ടിടവും ആ കെട്ടിടവും തമ്മിലും താരതമ്യപ്പെടുത്തണം. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഈ 400 പേരുടെ മാത്രമല്ല, ആയിരക്കണക്കിന് ആളുകളുടെ കണ്ണീര് അവിടെ വീണിട്ടുണ്ട്. വീടുകൾ മാത്രമല്ല, ഒരുപാട് കച്ചവട സ്ഥാപനങ്ങൾ പൂട്ടിപ്പോയിട്ടുണ്ട്. കച്ചവടം വീണ്ടും അങ്ങോട്ട് കച്ചവടം ചെയ്യാൻ കഴിയാത്ത ആയിരക്കണക്കിന് ആളുകളുണ്ട്, പണമില്ലാത്തത് കൊണ്ട്. പൈസ തിരിച്ചടക്കാൻ, വായ്പ തിരിച്ചടക്കാൻ കഴിയാത്ത ആളുകളുണ്ട്. ടോട്ടൽ പാക്കേജിൽ അവരെല്ലാം അല്ല, ഞാൻ പറയട്ടെ, ഈ മുഴുവൻ ആളുകൾ ഉൾപ്പെടാത്തത് കൊണ്ടാണല്ലോ നമുക്ക് ചെയ്യേണ്ടി വരുന്നത്. അല്ല, അത് നിങ്ങൾ അവരെ സഹായിക്കുന്നു എന്നതിനർത്ഥം ആ പാക്കേജിൽ എനിക്ക് പറയാൻ, ഞാൻ പറഞ്ഞത് സർക്കാരിന്റെ ആ സമഗ്രമായ പാക്കേജിൽ അത് ഉൾപ്പെടുന്നുണ്ട്. തൊഴിൽ നഷ്ടപ്പെട്ടവർക്ക് പ്രതിദിനം എന്ന മട്ടിൽ അന്നു മുതൽ ഇപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുന്നു, വീടിന്റെ വാടക കൊടുത്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഓരോന്നും സിസ്റ്റമാറ്റിക്കായി പോകുന്നത് നമ്മൾ കാണുന്നതല്ലേ. ഞാൻ പറഞ്ഞോട്ടെ, ഞാൻ എന്റെ പൊളിറ്റിക്സ് അല്ല പറഞ്ഞത്, ശരത്ത് പറയുന്നത് പൊളിറ്റിക്സ് ആണോ കേൾക്കുന്നവർക്ക് മനസ്സിലാവും. അത് എന്നൊന്ന് പറയാൻ അനുവദിച്ചാൽ ഞാനത് പറയാം. ഞാനിത് ബഹളം വെച്ച് പറയാൻ ആഗ്രഹിക്കുന്ന ഒരാളല്ല. ഞാൻ പലപ്പോഴും ചർച്ചകളിൽ പങ്കെടുക്കുമ്പോൾ ഞാൻ ആവശ്യമില്ലാതെ ബഹളം വെക്കാറില്ലെന്ന് ശരത്തിന് അറിയാമല്ലോ. അപ്പം ഞാൻ പറയുന്നത് കേൾക്കും. നിങ്ങൾ എന്നോടൊരു ചോദ്യം ചോദിച്ചു, ഞാനൊരു ഉത്തരം പറയുന്നതിനിടയിൽ 100 ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ അല്ല, സപ്ലിമെന്റ് വേണ്ടെന്നേ, എനിക്കറിയാം അത് കൃത്യമായിട്ട് പറയാൻ. പിന്നെ എന്തിനാ സപ്ലിമെന്റ്? അല്ല, ഒരു വിശകുമില്ല. ഞാൻ പറയുന്നത് ശരത്ത് ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരമാണ്. ഇത് കമ്പയർ ചെയ്യണം. ഞാൻ പറയുന്നത് ഇത് ആളുകൾക്ക് കമ്പയർ ചെയ്യാൻ പറ്റണം. അങ്ങനെ കമ്പയർ ചെയ്തതുകൊണ്ടാണ് കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ആ നേരത്തെ ഉണ്ടായിരുന്ന അതിനേക്കാൾ 100 കണക്കിന് അല്ലെങ്കിൽ 100 ഇരട്ടിയായിട്ട് പഞ്ചായത്തുകൾ, 538 പഞ്ചായത്തുകൾ ഞങ്ങൾ ഭരിക്കുന്നത്, 64 മുനിസിപ്പാലിറ്റികൾ ഞങ്ങൾ ഭരിക്കുന്നതും, 3ഓളം കോർപ്പറേഷനുകൾ ഞങ്ങൾ ഭരിക്കുന്നതും, അങ്ങനെ പലതും ഭരിക്കുന്നത്, ജില്ലാ പഞ്ചായത്തുകൾ 7 ഞങ്ങൾ ഭരിക്കുന്നത്. അപ്പോൾ ജനങ്ങൾക്ക് ഇത് കമ്പയർ ചെയ്യാൻ നന്നായിട്ട് അറിയാം. ശരത്ത് പ്രത്യേകിച്ച് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. ശരത്ത് ഒരു 2-3 കാര്യങ്ങൾ ഇതിനിടയിൽ കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങളത് അല്ല, എല്ലാവർക്കും ഒരുപാട് സമയം കൊടുത്തിട്ടില്ല. ഇത് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുകയുള്ളൂ. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എവിടെയാണ് കേരളത്തിൻ്റെ നിലവിലുള്ള സ്ഥിതി, നമ്മുടെ അവസ്ഥ എന്താണ്, കഴിഞ്ഞ 10 വർഷത്തെ കാര്യം നമ്മൾ ഇതിനിടയ്ക്ക് പറയുമ്പോൾ ആളുകൾ വിലയിരുത്തൂലേ, എത്രയായിരുന്നു നമ്മുടെ കടം നേരത്തെ, ഇപ്പൊ എത്രയാണ് നമ്മുടെ കടം എന്നുള്ളത് ആളുകൾ വിലയിരുത്തുമല്ലോ. ഈ വീടുകളെ പോലെ തന്നെ കേരളത്തിന്റെ കടം ആളുകൾ വിലയിരുത്തും. ഈ വീടുകളുടെ കാര്യം പറയുന്ന പോലെ തന്നെ കേരളത്തിൽ നിങ്ങൾ വർദ്ധിപ്പിച്ചിട്ടുള്ള വെള്ളക്കരത്തിന്റെയും വൈദ്യുതക്കരത്തിന്റെയും കാര്യങ്ങൾ ഈ കാര്യത്തിലെ പോലെ തന്നെ അല്ല, ഇതിപ്പോ നമ്മളതെല്ലാം കഴിഞ്ഞ ദിവസവും പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ഒരു വീടെങ്കിലും വയനാട്ടിൽ ഈ സർക്കാർ അവർക്ക് കൊടുത്തോ എന്നാണ് യാത്രയിൽ അദ്ദേഹം ചോദിച്ചത്. പ്രസംഗങ്ങളിലൊക്കെ കണ്ടതാണ്. ഇപ്പോൾ ബുധനാഴ്ച 175 വീടുകൾ കൊടുക്കുകയാണ്. അടുത്ത മഴക്കാലത്തിന് മുമ്പ് ബാക്കി വീടുകളും കൊടുക്കും എന്ന് പറയുന്ന നിലയിൽ മികവോടെ നിൽക്കുമ്പോൾ, അങ്ങനെ മനുഷ്യർക്കൊപ്പം നിൽക്കുന്ന ഒരു സർക്കാരിനെ ഡിഫെൻഡ് ചെയ്യാൻ പ്രതിപക്ഷത്തിൻ്റെ ഇപ്പോഴത്തെ ഈ സ്ട്രാറ്റജിയും പ്രൊപ്പഗൻഡയും മതിയോ? GV ഹരി. തീർച്ചയായിട്ടും ഈ നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിനകത്ത് ഞങ്ങൾക്ക് ഒരു അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷേ സർക്കാർ ചെയ്തിട്ടുള്ള തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുക എന്നുള്ളൊരു പ്രതിപക്ഷത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. അത് ഞങ്ങൾ ചൂണ്ടിക്കാണിക്കും. പ്രത്യേകിച്ച് തിരഞ്ഞെടുപ്പ് കാലത്തിന് മുമ്പാണെങ്കിലും അതിന് ശേഷമാണെങ്കിലും ഈ തെറ്റുകളെ ചൂണ്ടിക്കാണിക്കുന്നിടത്ത് അസ്വസ്ഥമായിട്ട് കാര്യമുണ്ടോ ശരത്തെ? ഞാൻ പറയുന്ന കാര്യങ്ങളാണ് ശരത്ത് അസ്വസ്ഥപ്പെട്ടിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്. നമ്മൾ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ, അത് സർക്കാർ ചെയ്യുന്ന കാര്യങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് പ്രതിപക്ഷ നേതാവ് VD സതീശനെ കുറിച്ച് നിങ്ങളടക്കം പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. വിദ്യാഭ്യാസ വകുപ്പ് ചെയ്തിട്ടുള്ള നല്ല കാര്യങ്ങളുണ്ടെങ്കിൽ സർക്കാരിന്റെ ഭാഗത്ത് തെറ്റായിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ ഏറ്റവും കൃത്യമായ ഫാക്ടുകൾ മുന്നിൽ വെച്ച് എപ്പോഴും പ്രതിപക്ഷ നേതാവ് VD സതീശൻ. സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് അദ്ദേഹത്തോട് വിരോധമുണ്ടാവും, അദ്ദേഹത്തോട് വിദ്വേഷമുണ്ടാവും. സ്വാഭാവികമായിട്ട് അദ്ദേഹത്തെ കുറിച്ച് തെറി പറയാൻ എപ്പോഴൊക്കെ അവസരം കിട്ടും അപ്പോഴൊക്കെ പറയാൻ നിങ്ങൾ ശ്രമിക്കാറുണ്ട്. ഞങ്ങൾക്ക് അതിനകത്ത് ബുദ്ധിമുട്ടില്ല. ജനങ്ങളുടെ പക്ഷത്ത് നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു പ്രതിപക്ഷം എപ്പോഴും അത് ചെയ്തുകൊണ്ടേയിരിക്കും. ശരി, ലാലിനൊക്കെ അങ്ങ് വിരോധമാണെന്നാണ് പറയുന്നത് പ്രതിപക്ഷ നേതാവിന്. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് ഹരിയുടെ ബോധ്യം. തീർച്ചയായിട്ടും വയനാടിന്റെ കാര്യത്തിൽ പ്രതിപക്ഷം അടപടലം പാളിയോ ലാൽകുമാർ? അല്ല, ഇതിനകത്ത് നോക്കൂ, സതീശനുമായിട്ട് ഉള്ള റിമാർക്കിന് വലിയ കമൻറ്റ് ഞാൻ പറയുന്നില്ല. കാര്യം ആദ്യം സതീശൻ വന്നപ്പോൾ സപ്പോർട്ട് ചെയ്ത ആൾക്കാരിൽ ഒരാളാണ് ഞാൻ. സതീശൻ നല്ല ചെയ്തെന്ന് നമ്മൾ പറയുന്നതിന് മടിയൊന്നുമില്ല. സതീശനോട് വ്യക്തിവൈരാഗ്യം ഉണ്ടായിട്ട് ഇപ്പോൾ നമുക്ക് എന്ത് നേട്ടമാണ്? അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം രമേശ് ചെന്നിത്തലയോട് നമ്മൾ വ്യക്തിവൈരാഗ്യം എന്ന് പറയണമല്ലോ. പ്രതിപക്ഷ നേതാവായിരിക്കുന്ന ആൾക്കാരോട് പൊതുവേ
ഭരണപക്ഷത്തിരിക്കുന്ന ആൾക്കാർക്ക് അല്ല ഭരണപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്ന നമ്മുടെ രാഷ്ട്രീയത്തിലുള്ളവർ എതിർക്കുക തന്നെ ചെയ്യും. പക്ഷേ അദ്ദേഹം അസത്യം പറയുന്നു എന്നുള്ളതൊരു വലിയ പ്രശ്നം. ഞാൻ കള്ളം പറയുന്നു എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നില്ല, അസത്യം പറയുന്നു എന്ന് പറയുന്ന കാര്യത്തിലേക്ക് മാറിയിട്ടുണ്ട്. ഞാൻ അടുത്ത ഒറ്റ കാര്യം കൂടെ പറഞ്ഞ് ഞാൻ കൺക്ലൂഡ് ചെയ്യാം. നമ്മൾ ആ ടോപ്പിക്കിലേക്ക് പോകണ്ട. ഏറ്റവും എന്താ ഒരു ബെഞ്ച് മാർക്ക് ചെയ്യത്തക്ക രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് ഈ സർക്കാർ ഈ കാഴ്ചവെച്ചത്. ഞാൻ അതിന് ഒറ്റ വരിയോടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. മണിശങ്കർ അയ്യർ പറഞ്ഞ വാക്കങ്ങ് എടുത്താൽ മാത്രം മതി. മണിശങ്കർ അയ്യർ ഇതും കൂടെ ചേർത്താണ് പറഞ്ഞതെന്ന് വിചാരിച്ചാൽ മാത്രം മതി. മണിശങ്കർ അയ്യർക്ക് എന്തായാലും അദ്ദേഹം ഇപ്പോഴും ബുദ്ധിക്കും ബോധത്തിനും കുറവൊന്നും വന്നിട്ടില്ല. കോൺഗ്രസ്സുകാരുടെ മുന്നിൽ മാത്രമേ ചില പ്രശ്നങ്ങളൊക്കെ വന്നിട്ടുള്ളൂ. ബാക്കി സാമാന്യ മനുഷ്യർക്ക് ലോകമെമ്പാടുമുള്ള ആൾക്കാർ അദ്ദേഹത്തെ, യൂണിവേഴ്സിറ്റികൾ ഉൾപ്പെടെയുള്ള ആൾക്കാർ അദ്ദേഹത്തെ ഇപ്പോഴും പ്രസംഗിക്കാനും സംസാരിക്കാനും ഒക്കെ വിളിക്കുന്നുണ്ട്. സാംസ്കാരിക സംഘടനകളിലും സാംസ്കാരിക ചടങ്ങുകളിലും അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട്. കോൺഗ്രസിൻ്റെ മുന്നിൽ അദ്ദേഹം എന്തോ ബുദ്ധിശൂന്യനായി മാറിയെങ്കിലും രാജ്യത്തിൻ്റെ സമൂഹത്തിന് മുന്നിൽ അദ്ദേഹം ഇപ്പോഴും മാറിയിട്ടില്ല. അയ്യറുടെ വാക്ക് മാത്രം എടുത്താമെന്ന് എനിക്ക് തോന്നുന്നു. ശ്രീ അനിൽകുമാർ, ഇപ്പോൾ വയനാടിൻ്റെ കാര്യത്തിൽ, പുനരധിവാസത്തിൻ്റെ കാര്യത്തിൽ സർക്കാർ കാട്ടിയിട്ടുള്ള വളരെ ധീരവും ഉജ്ജ്വലവുമായിട്ടുള്ള ആ ഒരു നീക്കം, അത് നമ്മുടെ സംസ്ഥാനത്തെ ഭരണപക്ഷത്തെയും അല്ലെങ്കിൽ സർക്കാരിനെയും അതുപോലെ തന്നെ പ്രതിപക്ഷത്തെയും ശരിയായി വിലയിരുത്താൻ ജനങ്ങൾക്ക് കഴിയുന്നൊരു സാഹചര്യം ഒരുക്കുന്നു, വഴിയൊരുക്കുന്നു എന്നാണോ ഇടതുപക്ഷത്തിൻ്റെ വിലയിരുത്തൽ? ഇവിടെ ബഹുമാനപ്പെട്ട ഹരി പറഞ്ഞപ്പോൾ ഒരു കാര്യം എനിക്ക് ഇഷ്ടപ്പെട്ടു. വയനാട്ടിൽ LDF അല്ലെ ഈ സർക്കാർ ഉണ്ടാക്കിയത് കാണുക, ഞങ്ങൾ കോൺഗ്രസ് ഉണ്ടാക്കുന്നതും കൂടെ കാണിക്കാം. അങ്ങനെ നിങ്ങൾ കാണിക്കുന്നില്ല. ഈ തണ്ടപ്പിന് മുന്നേ ഒരു വീടെങ്കിലും നിങ്ങളുടെ തീരുമോ? മുസ്ലിം ലീഗിൻ്റെ വീട് ഏതാണ്ട് പണിയായി എന്ന് പറഞ്ഞപ്പോൾ ഇപ്പോൾ അവിടെ വളച്ച് കെട്ടിയിരിക്കുകയാണ്. ട്രംപ് വന്നപ്പോഴത്തേക്കും അങ്ങോട്ടാരും ഈ മറ്റേ ഇത് മതിൽ കെട്ടിയ പോലെ അങ്ങോട്ടാരും കയറണ്ട, ഇപ്പോൾ വീഡിയോ ഒന്നും എടുക്കണ്ടെന്ന് പറഞ്ഞിരിക്കുകയാണ്. ആളുകൾ നല്ല താരതമ്യമാണ്. നിങ്ങൾ ഈ സർക്കാർ പണിയുന്ന വീടും മുസ്ലിം ലീഗിൻ്റെ വീടും ഒന്നുകൂടെ അത് കൂട്ടി നോക്ക്. പിന്നെ സതീശൻ്റെ പുതിയ യുഗയാത്ര വരുമ്പോൾ സതീശൻ ചെയ്യേണ്ട കാര്യം എന്താണ്? ഈ സർക്കാരിൻ്റെ കാലത്ത് പൂട്ടിപ്പോയ സ്കൂളിൻ്റെ മുന്നിലേക്ക് സതീശൻ പോയി ഒന്നിരിക്കണം. എന്നിട്ട് ഈ സ്കൂൾ ഞങ്ങൾ നന്നാക്കും. ഞങ്ങൾ അങ്ങനെ തുടങ്ങിയതാണ് മലാപ്പറമ്പ് സ്കൂൾ 10 കൊല്ലം മുമ്പ്. രവീന്ദ്രനാഥ മാഷിൻ്റെ ആദ്യത്തെ ഉത്തരവാദമായിരുന്നു. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് നമ്മുടെ ദേശീയപാത അതോറിറ്റി നാട് വിട്ടുപോയി. അതുപോലെ ഗെയിൽ പൈപ്പ് ലൈൻ പോയി. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ അവരെ പിടിച്ചുകൊണ്ടുവന്ന് ഈ പണി നടത്തിച്ചു. ഒരു 6250 കോടി കൊടുക്കേണ്ടി. ലൈഫ് മിഷനിലെ 24-ാം തീയതി 5 ലക്ഷം വീട് തീരുകയാണ്. നിങ്ങൾ 148 വീട് ഇപ്പോൾ അതായത് വയനാട്ടിലെ മാത്രമല്ല 5 ലക്ഷം ലൈഫ് മിഷൻ വീടുകൾ. പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു, ഉമ്മൻചാണ്ടി പെടുന്നു 5 ലക്ഷം വീട്. ഇപ്പോൾ നുണ പറയുന്നുണ്ട്, ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല. നിയമസഭയിൽ കോടിയേരി ബാലകൃഷ്ണന് കിട്ടിയൊരു മറുപടി നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളിലുണ്ട്. നിയമസഭയിലെ മറുപടിയാണ് സഖാവ് കോടിയേരിക്ക്. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് പണിത വീട് 4500 5 കൊല്ലം കൊണ്ട്. ശരി, അത്രേ ഉള്ളൂ. അപ്പോൾ സതീശൻ നുണ പറയുന്നില്ല എന്ന് പറയുന്നതാണ് വാർത്ത. നാളെ മുതൽ VD സതീശൻ നുണ പറയില്ല എന്നൊരു ഉറപ്പ് ബഹുമാനപ്പെട്ട ഹരി തന്നാൽ ഞങ്ങൾ സന്തുഷ്ടരാണ്. അങ്ങനൊരു സതീശൻ ഉണ്ടാവട്ടെ എന്ന് ഞാൻ ജനങ്ങൾക്കറിയാം. ശ്രീ അനിൽകുമാർ, അതെ, ആ വിലയിരുത്തലിലേക്കാണ് നീങ്ങുകയാണ്. ആ വിലയിരുത്തലിന് വിധേയമാകുന്ന വളരെ ശക്തമായ അനുഭവങ്ങളും യാഥാർത്ഥ്യങ്ങളും വസ്തുതകളും നമ്മുടെ നാട്ടിൽ അങ്ങനെ ശക്തമായി വരുന്നു. അതിലേറ്റവും ഗംഭീരമാണ് വയനാട്ടിൽ ആ മോഡൽ ടൗൺഷിപ്പിൻ്റെ ഭാഗമായി അഹോരാത്രം പണിയെടുത്ത് തൊഴിലാളികൾ അധ്വാനിച്ച് പടുത്തുയർത്തിയ ആ 175 വീടുകൾ. അത് ബുധനാഴ്ച വീടുകൾ അങ്ങനെ അത് അവിടുത്തെ ഗുണഭോക്താക്കൾക്ക് കൈമാറുന്നു എന്നുള്ള ഏറ്റവും ആവേശകരമായൊരു അനുഭവം അതാണ് ഇന്നത്തെ ഒരു ദിവസം നമ്മളെ ഏറ്റവും ഗംഭീരമായി സ്വാധീനിച്ച ഒന്ന്. അപ്പോൾ അതടക്കം ജനങ്ങളുടെ മുമ്പിലുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ന്യൂസ് ആൻഡ് വിസിൽ സഹകരിച്ച 3 പേർക്കും വളരെയധികം നന്ദി.